നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഒരിക്കൽ കൂടി അറിയിപ്പാൻ കർത്താവ് തന്ന ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് കർത്താവിൻ്റെ തിരുസാന്നിധ്യത്തിന് മുമ്പിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ ചില ദൈവപ്രവൃത്തികൾ ശേഷിക്കുന്നു. അതിനുമേൽ കർത്താവ് പ്രവർത്തിക്കുവാൻ, അതിൻ്റെ വഴികൾ തുറന്നു വരുവാൻ, ദൈവത്തിൻ്റെ ഹിതം നമ്മുടെ ജീവിതത്തിന് മേൽ നിറവേറുവാൻ ഉപവാസവും പ്രാർത്ഥനയും നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെലവഴിക്കുന്ന സമയങ്ങളെല്ലാം അതിനൊരു മുഖാന്തരമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ സകലത്തിലും സുഖവും ശുഭവുമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നും നമുക്ക് പല സ്ഥലത്താണെങ്കിലും കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, യേശു നമ്മുടെ മധ്യയുണ്ട്. ആ വിശ്വാസത്തോടെ, ആ ആദരവോടെ, ആ ഒരു ഉറപ്പോടെ, ധൈര്യത്തോടെ, ഒരാത്മനിയോഗത്തോടെ നമുക്ക് ദൈവ സാന്നിധ്യത്തിലായിരിക്കാൻ നമുക്ക് തിരുവചന ചിന്തകളിലേക്ക് കടന്നു പോകാം. ഇന്നത്തെ തിരുവചന ചിന്തയ്ക്കായിട്ട് നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയുടെ 10-ാം അധ്യായത്തിൻ്റെ 38-ാം വാക്യം നമുക്ക് ഇന്നത്തെ തിരുവചന ചിന്തയ്ക്ക് ആധാരമായിട്ട് നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൻ്റെ 38-ാം വാക്യം. നസ്രയനായ യേശുവിനെ ദൈവം നസ്രാനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിനെപ്പറ്റി അല്പം ചിന്തിപ്പാനിടയായി. തുടർന്നും ഇതിനകത്ത് ഉള്ള ചില കാര്യങ്ങൾ ദൈവസഭയ്ക്ക് വ്യക്തിപരമായ ജീവിതത്തിൽ പ്രാധാന്യമുള്ളതായതുകൊണ്ടും ഈ ദിവസങ്ങളിൽ ചില നമുക്കൊരു പക്ഷേ അറിയാവുന്ന പല കാര്യങ്ങളായിരിക്കാം, പക്ഷേ ചിലത് നമുക്ക് വീണ്ടും നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുവാൻ, ആ അവബോധം നമ്മുടെ ജീവിതത്തിലേക്ക് വരുവാൻ, ഒരു പ്രത്യാശ വർദ്ധിക്കുവാൻ ഇന്നത്തെ തിരുവചനം ചിന്തകളിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾപ്പിക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട പ്രബോധനത്തെ ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വചനത്തിൽ അപ്പോസ്തലനായ പത്രോസ് കൊർന്നേലിയസിൻ്റെ ഭവനത്തിൽ ചെല്ലുമ്പോൾ ആ പെന്തക്കോസ്ത ദിനത്തിന് ശേഷം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും പ്രാപിച്ച പത്രോസ് അപ്പോസ്തലനെ കൊർന്നേലിയസിൻ്റെ ഭവനത്തിൽ ദൈവം എത്തിക്കുകയാണ്. മുക്കുവനെന്ന ആയിരുന്ന, അല്ലെങ്കിൽ വലിയ മേന്മയോ ശ്രേഷ്ഠതയോ ഒന്നും പറയുവാൻ അവകാശമില്ല എന്ന് ഒരു പക്ഷേ ദേശക്കാരും നാട്ടുകാരും പറഞ്ഞേക്കാം. പക്ഷേ ഏറ്റവും ഉന്നത പദവികളിരിക്കുന്നൊരു വ്യക്തിയോട് ദൂതൻ സ്വർഗം പറഞ്ഞു, ഒരു പത്രോസ് നിന്നോട് സംസാരിക്കും. തുകൽപ്പണിക്കാരനായ ശീമോൻ്റെ ഭവനത്തിൽ മുക്കുവനായ ഒരു പത്രോസുണ്ട്. അവനെയാണ് ഇന്ന് ദൈവം നിന്നോട് സംസാരിക്കാൻ കാണുന്നത്. സ്തോത്രം. നമ്മുടെ മേന്മയോ ശ്രേഷ്ഠതയോ അല്ല. അതിൻ്റെ പിന്നിൽ ആധാരമായിരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പത്രോസിൻ്റെ മേൽ പകരപ്പെട്ട ദൈവിക അഭിഷേകമായിരുന്നു. വിശുദ്ധ പത്രോസിൻ്റെ മേൽ പകരപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയായിരുന്നു. ഇന്ന് നമ്മൾ ആരെയും മുഖം നോക്കണ്ട, ആരിലും അല്ല നമ്മുടെ ആശ്രയം ദൈവത്തിനായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നസ്രയനായ യേശുവിനെ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള സുവിശേഷം കൊർന്നേലിയസിൻ്റെ ഭവനക്കാരോട് ഒരു പത്രോസ് പറയുകയാണ്. യഹൂദനായ ഒരു പത്രോസ് റോമക്കാരനായ ഒരു കൊർന്നേലിയസിനെ കണ്ടുമുട്ടുകയാണ്. 2 ദേശക്കാരാണ്. അവരെ തമ്മിൽ കൂട്ടിമുട്ടിച്ചത് പരിശുദ്ധാത്മാവായിരുന്നു. അവരെ തമ്മിൽ കൂട്ടിമുട്ടിച്ചത് ദൈവത്തിൻ്റെ അഭിഷേകമായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് നമ്മളെ ചിലയിടത്ത് എത്തിക്കാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. നമ്മളെ ആയിരിക്കുന്ന തലങ്ങളിൽ ഈ ദിവസങ്ങളിൽ ദൈവപ്രവൃത്തികൾ ജീവിതത്തിൻ്റെ മേൽ വെളിപ്പെടുവാൻ ഇടയാക്കുന്നത് ദൈവത്തിൻ്റെ ദൈവിക നിയോഗങ്ങളാണ്. ആ തിരുവചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നസ്രയനായ യേശുവിനെ ദൈവം എന്ന് പറഞ്ഞാൽ നസ്രത്തുകാരൻ എന്ന് പേര് പറയപ്പെട്ട യേശു ഒരു നന്മയും വരത്തില്ല എന്ന ലോകം തലമുറകളിൽ വിധി എഴുതിയ സ്ഥലത്ത് നിന്നും
ലോകത്തിൻ്റെ ഏറ്റവും വലിയ നന്മയെ ദൈവം അവിടെ നിന്നാണ് കൊണ്ടുവന്നത്. ആ നസ്രത്തുകാരൻ എന്ന് നിങ്ങൾ വിളിച്ച യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തു. അപ്പോൾ നമ്മുടെ കുറിവാക്യത്തിൽ 1-2 വാക്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്, എല്ലാം തന്നെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ ഇന്ന് നമുക്ക് ശ്രദ്ധയെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് ദൈവം യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. അപ്പോൾ യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനായിരുന്നു. ദൈവം യേശുക്രിസ്തുവിനെ അഭിഷേകം ചെയ്തു. ആമേൻ. യോർദാനിൽ മുങ്ങിപ്പൊങ്ങുമ്പോൾ പ്രാവെന്നതുപോലെ യേശുക്രിസ്തുവിനെ പരിശുദ്ധാത്മാവിനാൽ ദൈവം നിറച്ചു, ദൈവശക്തിയാൽ ദൈവം നിറച്ചു. അതുവരേക്കും വെളിപ്പെടാതിരുന്ന ദൈവപ്രവൃത്തി യേശുക്രിസ്തുവിലൂടെ വെളിപ്പെടുകയാണ്. അതിനുശേഷമാണ് കാര്യങ്ങൾക്കൊരു വ്യത്യാസം വരുന്നത്. ഒരുപക്ഷെ ഇന്ന് കാര്യങ്ങൾക്കൊരു മാറ്റം വരാതെ ഇരിക്കുകയായിരിക്കാം. 30 വർഷത്തോളം സ്ഥിതിക്ക് മാറ്റമില്ല. എങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി യേശു ക്രിസ്തുവിൻ്റെ മേൽ ആഴ്ന്നിറങ്ങിയപ്പോൾ ദേശത്ത് ഒരു പ്രവൃത്തി വെളിപ്പെട്ടു. ഹല്ലേലൂയ. തലമുറകളിലൂടെ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും അത് നടക്കുവാൻ തക്കവണ്ണം ഇടയായി. അപ്പോൾ ആ യേശുക്രിസ്തുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലുമാണ് അഭിഷേകം ചെയ്തത്. ഞാൻ പറഞ്ഞു വരുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് പലരും പറഞ്ഞു പോകുന്ന ഒരു ഭാഗമാണ്, എല്ലാവരുമല്ല, ദൈവിക അഭിഷേകത്തെ പറ്റി. ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ പ്രാധാന്യം ഇന്ന് പല സഭകൾ പോലും മറന്നുപോയിരിക്കുന്നു. ഉപവാസ പ്രാർത്ഥനകളിൽ അഭിഷേകം പ്രാപിക്കേണ്ടത് പലപ്പോഴും അഭിഷേകം പ്രാപിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. കാത്തിരിപ്പ് യോഗങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതുപോലെ ഉണ്ടായിരുന്നു. അവിടെ 3-ാം ദിവസത്തിന് ശേഷം 40 ദിവസമോ 21 ദിവസമോ എന്തുമാകട്ടെ പരിശുദ്ധാത്മാവിനാൽ അനേകർ നിറയപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ തലമുറയിലൊക്കെ അത് വളരെ ശക്തമായി വെളിപ്പെട്ടിരുന്നു. പക്ഷെ ഈ ദിവസങ്ങളിലും യേശുക്രിസ്തുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാൽ, പിതാവ് പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്തുവെങ്കിൽ, ദൈവത്തിൻ്റെ പുത്രൻ അഭിഷേകം ആവശ്യമായിരുന്നുവെങ്കിൽ, ഇന്ന് ദൈവസഭയിലുള്ളവർക്ക് നമുക്ക് ആവശ്യം ദൈവത്തിൻ്റെ അഭിഷേകമാണ്. ഹല്ലേലൂയ. ഒരു കാലഘട്ടങ്ങളിൽ ദൈവസഭയിൽ മൈക്കെടുത്ത് പിടിക്കണമെങ്കിൽ, ഒന്ന് ചുമ്മാ പിടിക്കണമെങ്കിൽ, കൺവെൻഷനിൽ അവിടെ ഒരു കമ്പ് കുത്തണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു തമ്പേറെടുത്ത് അടിക്കണമെങ്കിൽ, സ്തോത്രം, അഭിഷേകമില്ലാത്തവനെ, ആ അഭിഷേകമില്ലാത്തൊരു വ്യക്തിയെ അത് തൊടാൻ സമ്മതിക്കാത്ത ഒരു സമയമുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രാധാന്യം അറിഞ്ഞൊരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും സഭാ ജീവിതത്തിലുമൊക്കെ ചിലതൊക്കെ വെളിപ്പെടാതിരിക്കുന്നതിൻ്റെ കാരണം ദൈവം ആഗ്രഹിക്കുന്ന ആ ദൈവിക അഭിഷേകത്തിൻ്റെ വ്യാപാരം ദൈവമക്കളുടെ മേൽ വെളിപ്പെടാത്തത് കൊണ്ടാണെന്ന് ഞാൻ വ്യക്തമായി അറിയുന്നു. അതൊരു സത്യമാണ്. ഹല്ലേലൂയ. പാട്ട് പാടുന്നവർ ദൈവിക അഭിഷേകമുള്ളവരാണെങ്കിൽ സ്വരം എത്ര മോശമാണെന്ന് പറഞ്ഞാലും, ഒരു ദാവീദ് കിന്നരം വായിച്ചപ്പോൾ ശൗലിന്റെ മേലുള്ള ഭൂതാത്മാവ് വിട്ടുപോയെന്ന് തിരുവചനം പറയുക. അപ്പോൾ ഈ അഭിഷേകത്തിന് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് ഇന്ന് രാത്രിയിൽ ചിന്തിച്ചാൽ എനിക്കത് പൂർണ്ണമായിട്ടും അറിയില്ല. പക്ഷേ ഈ ഒരു തലം ദൈവമക്കളുടെ ജീവിതത്തിൽ വെളിപ്പെടണം. വെളിപ്പെട്ടാൽ കാര്യങ്ങൾ മാറും. യേശുവിൻ്റെ മേൽ വെളിപ്പെട്ടപ്പോൾ ലോകത്തിൻ്റെ കാലഗതി തിരിഞ്ഞു. സ്തോത്രം. നോക്കുക. അപ്പോൾ എൻ്റെ ഉദ്ദേശം ഇന്ന് രാത്രി ഒരു കാര്യമേ ഉള്ളൂ.
ഈ അഭിഷേകത്തിൻ്റെ പ്രാധാന്യം ഒന്ന് പറഞ്ഞിട്ട് പോകണം. ആമേൻ. അതിൻ്റെ വില എന്താണെന്ന് നമ്മളൊന്ന് തിരിച്ചറിയണം. കഴിഞ്ഞ നാളുകൾ നമ്മൾ ഉണ്ടായിരുന്ന ഒരു ദാഹവും തീക്ഷ്ണതയും ഒക്കെ ഇതിനു വേണ്ടി ഉണ്ടായിരുന്ന സമയങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ, ഇന്നത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് മടങ്ങി വരുവാനായിട്ട് നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഹല്ലേലൂയ. എന്താണ് അഭിഷേകം? ഹല്ലേലൂയ. അനോയിന്റിങ്, ആ പഴയ നിയമം, അതിലേക്ക് നമുക്ക് കൂടുതൽ ഞാൻ പോകുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ചില കാര്യങ്ങൾ മാത്രം തൊട്ടിട്ട് പോകുകയാണ്. ഒരുവന്റെ മേൽ എണ്ണയെ പകരുമ്പോൾ ആ വ്യക്തിയുടെ മേൽ അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ മേൽ എണ്ണ പകരപ്പെടുന്ന അനുഭവങ്ങൾ ഒരു പതിവുണ്ടായിരുന്നു. അത് വ്യക്തികളുടെ മേൽ എണ്ണ ഒഴിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അവരുടെ മേൽ ഉള്ളൊരു പ്രത്യേക ദൗത്യം അവരുടെ മേൽ ഏൽപ്പിക്കുകയാണ്, അല്ലെങ്കിൽ അതിനെ ഒന്ന് വിശുദ്ധീകരിക്കുകയാണ്. അവിടെ പലയിടം ഞാൻ എല്ലായിടത്തേക്കും പോകുന്നില്ല, പക്ഷേ വസ്തുക്കളുടെ മേൽ എണ്ണ പകരുന്ന ഒരു അനുഭവം പഴയ നിയമത്തിലുണ്ടായിരുന്നു. ആ എണ്ണ, അഭിഷേകത്തിൻ്റെ എണ്ണ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ദൈവം വ്യക്തമായിട്ട് പുറപ്പാട് പുസ്തകത്തിന് 30-ാം അധ്യായത്തിന് 22 തുടങ്ങി 32 വാക്യങ്ങളിൽ താല്പര്യമുള്ളവർ വായിച്ചു നോക്കിയാൽ മതി. അതിൻ്റെ അളവും എന്തെല്ലാം ഉപയോഗിക്കണമെന്നൊക്കെ വ്യക്തമായി ദൈവം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു അഭിഷേക തൈലം അത് മറ്റാരും ഉണ്ടാക്കാൻ പാടില്ല, അതിനകത്ത് ഒരു വ്യത്യാസവും വരാൻ പാടില്ല. അതിന് 30-33 പറയുന്നു, അതുപോലെയുള്ള തൈലം ഉണ്ടാക്കുന്നവനെയും അല്ലെങ്കിൽ ഇതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്നവനെയും അതിൽ നിന്നും അന്യന് കൊടുക്കുന്നവനെയും അവൻ്റെ ജനത്തിൽ നിന്നും ഛേദിച്ചു കളയും. അപ്പം അത്രയ്ക്കും പ്രാധാന്യമുള്ള ഒരു കാര്യമായിരുന്നു അഭിഷേക തൈലം. ഈ അഭിഷേക തൈലം എടുത്തിട്ടാണ് തിരുനിവാസത്തിന് മേലും അതിലുള്ള വസ്തുക്കളുടെ മേലും ദൈവം ഉപകരണങ്ങളൊക്കെയും ശുദ്ധീകരിച്ചു കൊണ്ടിരുന്നത്. കാരണം ആലയം വിശുദ്ധമായിരിക്കണം. സ്തോത്ര, ആലയത്തിനകത്ത് ഉപയോഗിക്കുന്ന വസ്തുക്കൾ ദൈവസന്നിധിയിൽ ഉപയോഗിക്കാൻ വിശുദ്ധമായിരിക്കണം. ഒരു പുരോഹിതനെ ഒരു ദൗത്യം ഏൽപ്പിക്കുമ്പോൾ, ആ പൗരോഹിത്യ ദൗത്യത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ, എക്സഡസ് പുറപ്പാട് പുസ്തകം 29-6-7 വാക്യങ്ങളിൽ പറയുന്നു, അവന്റെ തലയിൽ മുടി വെച്ച് വിശുദ്ധവട്ടം മുടിമേൽ വെക്കണം. പിന്നെ അഭിഷേക തൈലമെടുത്ത് അതേ തലയിൽ ഒഴിച്ച്, പുറപ്പാട് പുസ്തകം 29-6-7 താല്പര്യമുള്ളവർ വായിച്ചു നോക്കിയാൽ മതി. അതൊക്കെ പറയുന്നതിന് കാരണം മറ്റൊന്നുമല്ല, ഇതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. ഏകദേശം 7 കാര്യങ്ങൾ ഇന്ന് രാത്രി ഒന്ന് പറഞ്ഞിട്ട് പോയാൽ കൊള്ളാമെന്ന് താല്പര്യമുണ്ട്. അതിനുശേഷം ഇതിനകത്തേക്ക് പ്രവേശിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാലും കൊള്ളാം. പലർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കാം, ചിലപ്പോൾ പലർക്കും അറിയാൻ മേലാത്തവരും ഉണ്ടല്ലോ. അപ്പോൾ അത് മാത്രമല്ല, ഈ അഭിഷേകത്തിൻ്റെ നിലനിൽപ്പ് അതും വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ദൈവസഭയിൽ ഇതൊരു ആവശ്യമല്ല, ഇതൊരു അത്യാവശ്യമാണ്. ഹല്ലേലൂയ. നമുക്കൊരു എഫക്റ്റീവ് മിനിസ്ട്രി ചെയ്യണമെങ്കിൽ, നമുക്കൊരു വ്യക്തിപരമായ ഒരു നല്ല ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ, ജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ, ഹല്ലേലൂയ, പഠിപ്പിനോ ഡോക്ടറേറ്റിനോ ഹല്ലേലൂയ അറിവിനോ ഒന്നും സാധിക്കത്തില്ല, പാരമ്പര്യത്തിന് സാധിക്കത്തില്ല. പരിശുദ്ധാത്മാവിന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അതിലൂടെ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. 3 തരത്തിലുള്ള അഭിഷേകം പഴയ നിയമത്തിൽ പകരപ്പെട്ടിരിക്കുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കും. ദാവീദിനെ രാജാവായി ശമൂവേൽ അഭിഷേകം ചെയ്തു. ആ എണ്ണ ദാവീദിന്റെ തലയിൽ വീണപ്പോൾ അന്ന് മുതൽ ആത്മാവ് അവന്റെ മേൽ വന്നു. രാജാവ് ഇമ്മീഡിയറ്റ്ലി ആയില്ല, പക്ഷേ that anointing kept him. ഹല്ലേലൂയ. ശത്രുവിനെ അവനെ തൊടുവാൻ കഴിഞ്ഞില്ല. അതിന് കാരണം ഒരു അഭിഷേകം അവൻ്റെ മേൽ ഉള്ളത് കൊണ്ടാണ്. അഭിഷേകം ചെയ്യപ്പെട്ടവനെ ദൈവം സൂക്ഷിക്കും. അവൻ്റെ മേലുള്ള ദൗത്യം പൂർത്തീകരിക്കുന്നത് സ്വർഗത്തിന് ഉത്തരവാദിത്വം കൂടെയാണ് കേട്ടോ. അതുകൊണ്ട് അഭിഷേകം പ്രാപിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അഭിഷേകത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാകാതെ അഭിഷേകം പ്രാപിച്ചു പക്ഷെ ഒരുപക്ഷെ അതിനെ നിസാരമായി കണക്കാക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് ആ അഭിഷേകത്തെ ഒന്ന് ഉജ്ജ്വലിപ്പിക്കണമെന്ന് തിമോഥെയോസിനോട് പൗലോസ് പറയുന്നു.
ഒരു പ്രവാചക ശുശ്രൂഷയ്ക്ക് വേണ്ടി ഏലിയാവ് അഭിഷേകം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഒരു രാജാവിനെ അഭിഷേകം ചെയ്യുവാൻ ഏലിയാവിനോട് ദൈവം പറയുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പഴയ നിയമത്തിൽ ദൈവം തൻ്റെ ജനത്തിൻ്റെ മേൽ, ഇസ്രായേലിന്റെ മേൽ കൊടുത്തു. പക്ഷേ പുതിയ നിയമത്തിൽ ആ ഒരു അഭിഷേകം വരുന്നത് ഇസ്രായേലിന്റെ മേൽ മാത്രമല്ല, ജാതികളെന്ന് വിളിക്കപ്പെടുന്ന തള്ളപ്പെട്ടവരെന്ന് ഇസ്രായേൽ ഗോത്രക്കാർ പറഞ്ഞവർ, അവരുടെ മേൽ ദൈവം തൻ്റെ ആത്മാവിന്റെ അഭിഷേകത്തെ പകരുകയാണ്. ആരിലൂടെയാണ് പകരുന്നത്? അത് പകരുന്നത് യേശുക്രിസ്തുവിലൂടെയാണ്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ അല്ലെങ്കിൽ യേശു എന്ന വാക്ക്, അല്ലെങ്കിൽ ക്രൈസ്റ്റ് എന്ന വാക്ക്, ക്രിസ്തോസ് എന്ന വാക്ക്, അതിന്റെ അർത്ഥം ഗ്രീക്കിൽ അനോയിന്റഡ് വൺ, അഭിഷക്തൻ എന്നാണ്. അപ്പം ഒരു കാര്യം നമുക്ക് അറിയാൻ മേലാത്തവരുണ്ടെങ്കിൽ മാത്രം, ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ അഭിഷക്തനാണ്. മെസ്സയായി എന്ന കാര്യങ്ങൾക്കും ഏകദേശം അഭിഷേകം എന്ന് നമുക്ക് പറയാൻ, അഭിഷക്തൻ എന്ന് പറയാൻ കഴിയുന്നുണ്ട് എന്ന് പറയപ്പെടുന്നു. എന്തുമാകട്ടെ, പക്ഷേ ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ, ക്രിസ്ത്യൻസ് മീൻസ് ഈസ് എ ഫോളോവർ ഓഫ് ക്രൈസ്റ്റ് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ശരിയാണ്. പക്ഷേ മറ്റൊരു വാക്യം കൂടെ അതിനകത്തുണ്ട്, ക്രിസ്തോസ്. ക്രിസ്തോസ് തിരുമേനിയല്ല, സ്തോത്രം. അതിൻ്റെ അർത്ഥം അഭിഷക്തൻ നല്ലതല്ല, ഈസ് എ ഗോൾഡൻ മൗത്ത് ഉള്ള ഒരു വ്യക്തി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അഭിഷക്തന്മാര്, അനോയിന്റഡ് വൺ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടുന്ന സകല വ്യക്തികളുടെ മേലും ദൈവത്തിന്റെ അഭിഷേകമുള്ളവരായി തീരുവാനാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. ഹല്ലേലൂയ. പാരമ്പര്യ സഭകളിൽ പലപ്പോഴും, കത്തോലിക്ക സഭയിൽ ഇപ്പോൾ അഭിഷേകത്തിന്റെ കാര്യം പലപ്പോഴും അവർ പറയുന്നുണ്ട്, അഭിഷേക അഗ്നിയെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. മറ്റു പല സഭകളിലും ഇല്ല, പാരമ്പര്യ സഭകളില്ല. പെന്തക്കോസ്ത് സഭകളിൽ പോലും ഇന്ന് മറന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് യേശുവിന്റെ നാമത്തിൽ അതൊന്ന് മടങ്ങി വരട്ടെ എന്ന് ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഈ തലമുറയിൽ ചിലതൊക്കെ ദൈവത്തിന് ചെയ്തെടുക്കണമെങ്കിൽ ദൈവസഭയിൽ ഉള്ളവരുടെ മേൽ അഭിഷേകം പകരപ്പെടണം. അഭിഷേകത്തിന്റെ ആ നാളം ഈ ദിവസങ്ങൾ കത്തിയുയരണം. അപ്പോസ്തലനായ യോഹന്നാനെ പറ്റി അതിന് തൊട്ടുമുള്ള വാക്യത്തിൽ പത്രോസ് പറഞ്ഞതിന് ശേഷമാണ് യേശുക്രിസ്തു, നസ്രയനായ യേശുക്രിസ്തുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. എന്താണ് യോഹന്നാൻ യേശുവിനെ പറ്റി പറഞ്ഞത്? യോഹന്നാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു എന്നേ ഉള്ളൂ, എന്നാൽ ഇതൊരു നിഴലാണ്. വരാൻ പോകുന്ന ഒരു പൊരുളുണ്ട്, അവൻ എൻ്റെ പുറകെ വരുന്നുണ്ട്. സ്തോത്രം. അവൻ്റെ ചെരുപ്പിന്റെ വാറ കുനിഞ്ഞ് അഴിക്കുവാനുള്ള യോഗ്യത ഞാനെന്ന അഭിഷക്തനില്ലെന്ന് യോഹന്നാൻ പറയുകയാണ്. ഒറ്റ വിഷയം മാത്രം പ്രസംഗിച്ചിട്ട്, മാനസാന്തരം എന്ന വിഷയം മാത്രം പ്രസംഗിച്ചിട്ട് ഒരു ദേശത്തെ മുഴുവൻ യോർദാന്റെ തീരത്ത് സ്നാനത്തിന് വേണ്ടി എത്തിച്ച ശക്തനായ ഒരു അഭിഷക്തൻ പറയുകയാണ്, ഒരത്ഭുതം പോലും ജീവിതത്തിൽ ചെയ്യാതെ, ഒരു രോഗിയെ പോലും സൗഖ്യമാക്കാതെ ഒരു ദേശത്തെ മുഴുവൻ അവൻ ഇളക്കി മറിച്ച യോഹന്നാൻ പറയുകയാണ്, അവന്റെ ചെരുപ്പിന്റെ വാറ് കുനിഞ്ഞ് അഴിക്കാൻ എനിക്ക് യോഗ്യതയില്ല. സ്തോത്രം. കാരണം എന്താണ്? എന്നിലും ബലമായവൻ വരുന്നു, അവൻ വരുന്നുണ്ട്, അവന്റെ വഴിയൊരുക്കുവാനാണ് ദൈവം എന്നെ വിളിച്ചത്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ദൈവസഭയെ വിളിച്ചിരിക്കുന്ന യോഹന്നാന്റെ ഒരു ദൈവിക അഭിഷേകം കൂടെ, ആമേൻ, ആ ദൗത്യം കൂടെ ഏൽപ്പിച്ചിട്ടുണ്ട്. യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിന് വേണ്ടി ദൈവസഭയെ, ലോക ജനതയെ ഒരുക്കുവാനാണ് ദൈവസഭയെ ദൈവം വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ പറയുക, നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ട് കാരണം എന്താണ് ഈ യോഗ്യത ഇല്ലാത്തത്? എനിക്ക് നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യുവാൻ സാധിക്കുകയില്ല. പക്ഷെ എന്നെക്കാളും ശക്തനായവനുണ്ട്. ആമേ. വെള്ളത്തിൽ മുങ്ങാൻ എളുപ്പമാണ് കേട്ടോ. സ്തോത്രം. കല്യാണം കഴിക്കാനും മക്കളുണ്ടാകുവാനും വിടുതൽ കിട്ടുവാനും വേണ്ടി അനേകർ വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട്. ചിലർ റോമിൽ പോയി മുങ്ങിയവരുണ്ട്. പക്ഷേ നല്ല കാര്യമാണ്, അതിനകത്തൊരു ദൈവ സാന്നിധ്യം ഉണ്ടായെന്ന് ഞാൻ പറയുന്നില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം
അനവധി സ്നാനക്കുളത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. സ്വർഗം ആഗ്രഹിക്കുന്നൊരു കാര്യവുമാണ്. പക്ഷേ അതിലല്ല, അത് മാത്രമല്ല, ഒരു ദൈവപ്രവൃത്തി ജീവിതങ്ങളുടെ മേൽ വെളിപ്പെടണമെങ്കിൽ സ്നാനക്കുളത്തിനകത്ത് പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ച അനവധി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അവിടെ അഭിഷേകം പ്രാപിച്ചില്ലെങ്കിലും പരിശുദ്ധാത്മാവിന്റെ സ്നാനം ഏറ്റില്ലെങ്കിലും പിന്നീട് ദൈവിക ആരാധനകൾക്കുള്ളിൽ യേശുക്രിസ്തുവിനെ ഉച്ചമുതൽ ഉള്ളങ്കാല് വരെ വെള്ളത്തിൽ മുങ്ങുന്നത് പോലെ ആമേൻ ആ പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ നിറയ്ക്കുന്ന ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അത് ചെയ്യുവാൻ ലോകത്തിൽ കഴിയുന്ന ഒരുവനേ ഉള്ളൂ. അതിൽ പേര് പറയാൻ കഴിയുന്ന ഒരുവനുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ പുത്രനായ നസ്രയൻ എന്ന് വിളിച്ച ആമേൻ സ്വർഗത്തിൽ ഇരുന്ന ഭൂമിയിലേക്ക് നസ്രത്തിൽ കടന്നു വന്ന സർവശക്തനായ ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ക്രിസ്തീയ വിശ്വാസത്തിലായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് ഈ ഒരു അനുഭവം വന്നിട്ടില്ലെങ്കിൽ, ഇന്ന് രാത്രിയിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ, പകലാണെങ്കിൽ എവിടെയാണെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ, ഇത് നിങ്ങളുടെ മേൽ പകരുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന എന്നുള്ളതല്ല, ദൈവം ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തു വന്നത് പരിശുദ്ധാത്മാവിനാൽ തീ കൊണ്ട് നിങ്ങളെ സ്നാനം കഴിപ്പിക്കുമെന്ന് തിരുവചനം പറയുന്നു. അപ്പൊ എവിടെയാണ് യേശുക്രിസ്തു ദൈവസഭയെ സ്നാനം കഴിപ്പിക്കുന്നു എന്ന് മറ്റൊരു ഭാഗത്ത് എഴുതിയിരിക്കുന്നത്? 1 യോഹന്നാന്റെ ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ പറയുകയാണ്, നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് സകലതും അറിയുന്നു. അപ്പോൾ സകലതും അറിയണമെങ്കിൽ ആ പരിശുദ്ധനായ യേശുക്രിസ്തുവിനാൽ സ്നാനമേൽക്കണം. സമയമുള്ളപ്പോൾ അത് വായിച്ചാൽ മതി. പിന്നിലുള്ള എന്താണ് കാരണമെന്ന് ഞാൻ ചുമ്മാ പറഞ്ഞിട്ട് പോവുകയല്ല. ഇതിനൊക്കെ കാരണങ്ങളുണ്ട്, വ്യക്തമായ വചനത്തിന് തെളിവുകളുണ്ട്. അപ്പോൾ ദൈവസഭ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ ഉള്ളിൽ ലഭിക്കും. പരിശുദ്ധാത്മാവിനെ ഒരു തൈലമായി, ഒരു ജലമായി, പ്രാവെന്നതുപോലെ, ഒരു തീ എന്നതുപോലെ, അങ്ങനെ പല കാര്യങ്ങൾ പരിശുദ്ധാത്മാവിനെ സമമായി ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. അപ്പൊ പുറമെ ഒഴുകുന്ന ഒരു എണ്ണയല്ല, അകമേ പകരപ്പെടുന്ന ഒരു എണ്ണയായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഒരുവന്റെ മേൽ ഒരു ദൈവിക അധികാരത്തെയും ഒരു ദൈവിക മുദ്രയും ഇടുന്നതാണ്. എവിടെയാണ് വാക്യം? സ്തോത്രം. നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യരുടെ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിന്റെ 21-22 വാക്യങ്ങൾ. അത് ഇങ്ങനെ പറയുന്നു, ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും. അപ്പോൾ ഒരുവന്റെ മേൽ യേശു ക്രിസ്തു ഒരുവന്റെ ഹൃദയത്തിനകത്ത് കർത്താവായി ജനിക്കുമ്പോൾ, വീണ്ടും ജനിക്കുമ്പോൾ, അവിടെ യു ആർ റിസീവിംഗ് ദ ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് അറ്റ് ദ മൊമെന്റ് ഓഫ് സാൽവേഷൻ. ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവ് ഉള്ളിൽ നമ്മൾ കടന്നു വരികയാണ്. നിങ്ങൾ ക്രിസ്തുവിനോട് ചേരുന്നു, ആ അഭിഷേകത്തിനോട് ചേരുന്നു. തലയായിരിക്കുന്ന ക്രിസ്തുവാണെങ്കിൽ, ശരീരമായിരിക്കുന്ന സഭയാണെങ്കിൽ, ക്രിസ്തു എന്ന അഭിഷക്തന്റെ തലയുടെ മേൽ ഒഴുകുന്ന അന്ന ദൈവസഭയുടെ മേലും പകരപ്പെട്ടിരിക്കും. അഹറോന്റെ തലയിലൂടെ ഒഴുകിയ ആമേൻ അഭിഷേക തൈലം താടിയിലൂടെ ഒഴുകി വസ്ത്രത്തിന്റെ വിളിമ്പിലേക്ക് കടന്നു വരുന്നതായിട്ട് 133-ാം സങ്കീർത്തനത്തിൽ തിരുവചനം പറയുന്നു. ഹല്ലേലൂയ. ഇന്ന് ആ അഭിഷേകം കേൾക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളുടെ മേൽ, ദാഹിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളുടെ മേൽ ദൈവം ഇന്ന് പകരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ആമേ ഇതെങ്ങനെ പ്രാപിക്കണമെന്ന് ചോദിച്ചാൽ ഇന്ന് എനിക്ക് പറയാൻ കഴിയത്തില്ല പൂർണ്ണമായിട്ട് എനിക്കറിയത്തുമില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് തരുന്നത് മാത്രമേ സംസാരിക്കാൻ നമുക്ക് കഴിയത്തുള്ളൂ. ദൈവം തരുന്ന കൃപയ്ക്കനുസരിച്ചല്ലേ നമുക്ക് സംസാരിക്കാൻ കഴിയത്തുള്ളൂ. ആ സമയത്തിന്റെ പരിധികളിലേ നമുക്ക് സംസാരിക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അധികമൊന്നും സംസാരിച്ചില്ലെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് ഒരു വാക്യം നമുക്ക് തന്നാൽ അത് ജീവിതത്തിൽ മതി, അതൊരു വിടുതലായി തീരും. ഹല്ലേലൂയ. അപ്പോൾ അവിടെ പറയാം, നിങ്ങളെ ക്രിസ്തുവിനോട് കൂടി ഉറപ്പിക്കുന്നത്, നമ്മെ അഭിഷേകം ചെയ്തതും ആരാണ്? ദൈവമാണ്. നോക്കുക, അടുത്ത വാക്യം ഒന്ന് വായിക്കാവോ? നിങ്ങളൊരു അഭിഷേകം പ്രാപിച്ച വ്യക്തിയാണെങ്കിൽ, അഭിഷേകം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു.
ഒരു സാധനം നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഒരു ഗ്യാരണ്ടിയുടെ മുദ്രയുണ്ട്. ഹല്ലേലൂയ. ഇതിനൊരു കാലയളവുണ്ട്. എന്ത് സംഭവിച്ചാലും അതിൻ്റെ മാനുഫാക്ചർ ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറഞ്ഞതുപോലെ, ഹല്ലേലൂയ, ഇന്ന് നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു അച്ചാരം, ഇന്നൊരു ഗ്യാരണ്ടി ഉണ്ട്. അത് നമ്മുടെ മേലുണ്ട്. നമ്മുടെ മേൽ ദൈവം പകരുവാൻ ആമേൻ പകർന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ഭയപ്പെടേണ്ട. അതിലൂടെ ചിലത് കർത്താവ് ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ നിൽക്കുമ്പോൾ നമുക്ക് ഈ അഭിഷേകം എന്തിനാ? അന്യഭാഷ പറയാനാണോ? അല്ലെങ്കിൽ തുള്ളിച്ചാടാനാണോ? സ്തോത്രം. ചില വീര്യപ്രവർത്തികൾ ചെയ്യുവാൻ മാത്രമാണോ? ഹല്ലേലൂയ. ഇന്ന് പല സഭകളിലും ഇതിനെ പലപ്പോഴും പ്രാധാന്യം കൊടുക്കാതിരിക്കുന്ന അനവധി സഭകളുണ്ട്. ഞാൻ പറയട്ടെ, ഈ ദൈവിക അഭിഷേകവും ശക്തിയും ഇല്ലാതെ ദൈവസഭയ്ക്ക് വളരാൻ കഴിയത്തില്ല. ദൈവമക്കൾ ആത്മീയമായി വളരാൻ കഴിയത്തില്ല. ദൈവപ്രവർത്തികൾ ജീവിതത്തിന് മേൽ വെളിപ്പെടുകയില്ല. പൈശാചിക മണ്ഡലത്തിന് മേൽ ക്ഷയമെടുക്കുവാൻ കഴിയത്തില്ല. ഇന്ന് ജയം നമുക്കുണ്ടല്ലോ എന്ന പാട്ടുപാടിയാൽ മാത്രം പോരാ, നമുക്ക് കർത്താവ് ജയം തരും. ഹല്ലേലൂയ. ഒരു അധികാരമാണ് അതിനകത്ത് അടങ്ങിക്കിടക്കുന്നത്, അഹങ്കരിക്കാനല്ല കേട്ടോ. ആമേൻ. സ്തോത്രം. I believe the Holy Spirit is talking to someone today. നാരോട് ദൈവത്തിന് ആത്മാവ് ഇടപെടുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളോട് ദൈവാത്മാവ് സംസാരിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഹൃദയം തുറക്കണം, ഏറ്റെടുക്കാൻ തയ്യാറാകണം. ചിലരൊക്കെ ഇതിനെ കളിയാക്കുന്നവരുണ്ട്. അത് പൈശാചികമായൊരു പദ്ധതിയാണ്. അവിടെ യേശുക്രിസ്തുവിനെ ദൈവം 2 കാര്യങ്ങളാൽ അഭിഷേകം ചെയ്തു. ഒന്ന്, പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്തു. 2, ശക്തിയാൽ അഭിഷേകം ചെയ്തു. തെളിവെവിടെ? ലൂക്കോസ് വിശേഷം 5:17. ശക്തി 30 വർഷം ആ ശക്തി വെളിപ്പെട്ടില്ല. യോർദാനിൽ നിന്ന് കരകയറിയപ്പോൾ, പൊങ്ങിയപ്പോൾ ആത്മശക്തി വെളിപ്പെട്ടപ്പോൾ, 40 ദിവസം ഉപവാസം ചെയ്തപ്പോൾ, ഹല്ലേലൂയ, ലോകത്തിൽ ഒരു ശക്തികൾക്കും ഏകനായി ഇറങ്ങി യേശുവിനെ തടയാൻ കഴിഞ്ഞില്ല. ഈ ഒരു സൈന്യ വ്യൂഹം എനിക്ക് നേരെ പാളയം ഇറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. കാരണം ദാവീദിനറിയാം, അകത്ത് കിടക്കുന്ന അഭിഷേകമുള്ളവന്, സ്തോത്രം, ഒരു ധൈര്യമുണ്ട്, ദൈവം അവനോട് കൂടെ ഉണ്ടെന്ന്. അതുകൊണ്ടാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്, യേശുക്രിസ്തുവിനെ അഭിഷേകം ചെയ്യുക മാത്രമല്ല, ദൈവം അവനോട് കൂടെ ഇരുന്നു. ദൈവം കൂടെ ഇരിക്കണമെങ്കിൽ ആ ദൈവിക അഭിഷേകത്തിന്റെ മാനിഫെസ്റ്റേഷൻ നമ്മുടെ ജീവിതത്തിൽ വരണം. ഞാൻ വീണ്ടും പറയുന്നു, ഇതറിയാനോ കഴിയാത്തവർ കേൾക്കുന്നുണ്ടായിരിക്കാം, ഇതെങ്ങനെ സംഭവിക്കുമെന്ന്. പക്ഷേ ഇന്ന് ഹൃദയത്തിൽ നിന്ന് ഏറ്റെടുക്കാൻ തയ്യാറാകാം. അതിനെപ്പറ്റി ദൈവം അനുവദിച്ചാൽ പിന്നീട് നമുക്ക് സംസാരിക്കാം. യേശുക്രിസ്തുവിൻ്റെ മേൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി ഇറങ്ങി. ദൈവാത്മാവ് ആരാണെന്നും, ഹീസ് എ പേഴ്സൺ. സാഗര ജലത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു, ചിലത് ഉരുവായി വന്നു. ആ ആത്മാവാണ് മനുഷ്യന്റെ ശരീരത്തിനകത്ത് ദൈവം കൊടുത്തത്. ആ തിരിച്ചറിവിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം. അവിടെ പറയുകയാണ്, ലൂക്കോസ് സുവിശേഷം അവിടെ 5:17 പറയുന്നു, സമയത്തിന് പരിമിതികളുണ്ട്. ദൈവശക്തിയാൽ കർത്താവിനെ നിറച്ചു. അവിടെ പറയുന്നു, ഗലീലിലും യഹൂദിലുമുള്ള സകല ഗ്രാമത്തിൽ നിന്നും യെരൂശലേമിൽ നിന്നും വന്ന പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവിടെ ഇരുന്നിരുന്നു. പരീശന്മാരും ന്യായശാസ്ത്രിമാരും ഒക്കെ യേശുവിനെ കുറ്റം വിധിക്കുവാൻ നിന്നപ്പോൾ, അവന്റെ കുറവ് കാണുവാൻ നിന്നപ്പോൾ, തിരുവചനം പറയുകയാണ്, സൗഖ്യമാക്കുവാൻ കർത്താവിന്റെ ശക്തി യേശുവിനോട് കൂടെ ഇരുന്നു.
ദൈവശക്തിയാൽ ദൈവം നമ്മളെ നിറയ്ക്കട്ടെ. ആ ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് എഫീസ്യ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അഭിഷക്തനാണ് അപ്പോസ്തലനായ പൗലോസ്. ഇത് ദൈവസഭകൾ തിരിച്ചറിയട്ടെ, പ്രസംഗിക്കുന്ന ഞാനും തിരിച്ചറിയട്ടെ. ഈ ദൈവശക്തിയുടെ ആഴം എൻ്റെ കാലഘട്ടത്തിൽ, എൻ്റെ ആയുസ്സിൽ എൻ്റെ മേലൊന്ന് വെളിപ്പെടണമേ എന്ന് ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കാൻ ആരെങ്കിലും തയ്യാറാകുന്നുണ്ടോ? ഒന്നും പ്രാർത്ഥിച്ചില്ലെങ്കിലും, ഒന്നും പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇന്നൊന്ന് പ്രാർത്ഥിക്കാവോ? ദൈവമേ, ആ ദിവ്യശക്തി എൻ്റെ മേൽ ഭരണമേ, ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഒന്നുകൂടി എൻ്റെ മേൽ ചൊലിപ്പിക്കണമേ, ഒരു പുതിയ എണ്ണ എന്നെ ഒന്നുകൂടി തേപ്പിക്കണമേ. ഇറ്റ് ഈസ് അനോയിന്റിംഗ് എന്ന് പറഞ്ഞാൽ എണ്ണ തേക്കുക അല്ലെങ്കിൽ തന്നെ ഒഴിക്കുക എന്നുള്ളതാണ്. പുറമേ അല്ല, എൻ്റെ ഹൃദയത്തിനകത്ത്, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പകരപ്പെടുന്ന ഒരു ദൈവീക ആമേൻ അഭിഷേകം. യേശു ലൂക്കോസ് വിശേഷം 8:46 പറയുന്നു, ജനം യേശുവിനെ തിക്കിത്തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. ശക്തമായി ഒരു ദൈവീക അഭിഷേകം യേശുവിൻ്റെ മേൽ പകരപ്പെട്ടപ്പോൾ, ഹല്ലേലൂയ, മൈക്കില്ല, കീബോർഡില്ല, മോഡേൺ സംവിധാനങ്ങളില്ല, ഹല്ലേലൂയ, എങ്ങനെ അവിടെ അത്രയധികം ജനത്തെ അതേ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ, ദൈവരാജ്യത്തിലാക്കി തീർക്കുവാൻ ഇടയാക്കി എന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, മറ്റൊന്നുമല്ല, അഭിഷേകമായിരുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയായിരുന്നു. രക്തസ്രാവക്കാരിയായ സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ അഞ്ചലത്തിൽ തൊട്ടാൽ മതിയെന്ന് പറഞ്ഞ് അവൾ തൻ്റെ കരം നീട്ടി ആമേൻ ആൾക്കൂട്ടത്തിനിടയിലൂടെ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ അഞ്ചലത്തിൽ തൊട്ടപ്പോൾ തിരുവചനം പറയുന്നു, യേശു പറഞ്ഞു, ആരോ ഒരാൾ എന്നെ തൊട്ടു. somebody has touched me. ആയിരങ്ങൾ യേശുവിനെ തിക്കിത്തിരക്കുമ്പോൾ യേശു പറയുകയാണ്, ആരോ എന്നെ തൊട്ടു. ഹല്ലേലൂയ. വിശ്വാസത്തോടെ യേശുവിനെ ഒന്ന് തൊടാൻ തയ്യാറാണെങ്കിൽ, ദാഹത്തോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാൻ തയ്യാറാണെങ്കിൽ, യേശു പറയുന്നൊരു കാര്യമുണ്ട് കേട്ടോ, എങ്കിൽ നിന്നും ശക്തി പുറപ്പെട്ടു. ഹല്ലേലൂയ. ശക്തി ഒഴുകിയിട്ടുണ്ട്. ഇതുവരെ ശക്തി ഒഴുകിയിട്ടില്ല. അനേകർ തൊടുന്നുണ്ട്, അനേകർ വരുന്നുണ്ട്. പക്ഷേ രക്തസ്രാവക്കാരിയായ സ്ത്രീ വിശ്വാസത്തോടെ തൊട്ടപ്പോൾ ശരീരത്തിൽ നിന്ന് ഒരു ശക്തി അവളുടെ ശരീരത്തിലേക്ക് ഒഴുകി. പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിക്കണമെങ്കിൽ വിശ്വാസം വേണം. പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിക്കണമെങ്കിൽ ഒരു ആവേശം വേണം. പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിക്കണമെങ്കിൽ കത്തുന്ന ഒരു തീക്ഷ്ണത ഉള്ളിൽ വേണം. എനിക്കൊന്നും കിട്ടിയില്ലെങ്കിലും എനിക്ക് കർത്താവേ അഭിഷേകത്തിന്റെ ശക്തി എനിക്ക് വേണം, അഭിഷേകം എനിക്ക് വേണം, എനിക്ക് പരിശുദ്ധാത്മാവെന്ന ദാനം വേണം. ഹല്ലേലൂയ. അളവ് കുറയരുത്. ഓരോ ദിവസം ചെല്ലുന്തോറും ഈ അളവ് വർദ്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ആമേൻ. യേശു ക്രിസ്തുവിലൂടെ മാത്രമേ ഈ അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടുകയുള്ളൂ. ഈ അഭിഷേകം വ്യാപരിച്ചാൽ അതിൻ്റെ കൂടെ കിട്ടുന്നതാണ് അധികാരം. കൽപ്പിക്കുമ്പോൾ ചിലത് സംഭവിക്കുന്നു. സ്തോത്രം. ഞാൻ മറ്റു ചില കാര്യങ്ങളിലേക്ക് കടന്നു വരാം. വേഗത്തിൽ നമുക്ക് പോകാം. യേശു ക്രിസ്തു ഭൂമി വിട്ട് സ്വർഗത്തിലേക്ക് കയറിപ്പോകുമ്പോൾ ഈ അഭിഷേകം പെന്തക്കോസ്ത ദിനത്തിൽ ആത്മാവിൻ്റെ തീജ്വാലയായി 120 പേരിൽ പകരപ്പെട്ടപ്പോൾ ലോക ചരിത്രത്തിൻ്റെ താളുകളിൽ ഒരു വഴിത്തിരിവ് വന്നു. ഹല്ലേലൂയ. അവരെ പിന്നെ മുന്നോട്ട് നടത്തിയത് ദൈവശക്തിയും ആമേൻ അവരുടെ മേൽ പകരപ്പെട്ട അഭിഷേകവുമാണെന്ന് നമുക്കറിയാം. പിന്നീട് നമുക്ക് കാണുന്ന പത്രോസ് എന്ന അപ്പോസ്തലൻ കടന്നു പോകുമ്പോൾ, റോഡിലൂടെ നടന്നു പോകുമ്പോൾ, ആ പത്രോസ് അപ്പോസ്തലന്റെ നിഴല് വീഴുന്നിടത്ത് രോഗിയെ കൊണ്ട് കിടത്തുമ്പോൾ അവരെ കടത്തും. അപ്പോൾ രോഗികളും അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെ കൊണ്ടുവരികയും സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. നോക്കുക, യേശു ക്രിസ്തുവിന്മേൽ ഉണ്ടായിരുന്ന അഭിഷേകത്തെ യേശു ദൈവസഭയിലേക്ക് പകരുവാൻ ആഗ്രഹിച്ചു. യേശു ചെയ്യാത്ത അനവധി അത്ഭുതങ്ങൾ ശിഷ്യന്മാർ ചെയ്തു. ഇതിനകത്ത് എഴുതിയിട്ടില്ല, മുമ്പ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ആമേൻ. പഴയ നിയമത്തിലൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഏലിയാവിൻ്റെ പുതപ്പിനെ പറ്റി നമുക്കറിയാം, അങ്ങോട്ട് നമുക്ക് പോകണ്ട. ദൈവിക അഭിഷേകത്തിൻ്റെ ശക്തിയില്ലെങ്കിൽ, ഇത് ശുശ്രൂഷയ്ക്ക് വേണ്ടി ആരെങ്കിലും ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, ആമേൻ, വചനം
അനേകർക്ക് പകർന്നു കൊടുക്കാൻ സ്റ്റേജ് ഇല്ലെങ്കിലും ആമേൻ ചുറ്റുവട്ടമുള്ളവരോട് ദൈവത്തിൻ്റെ സുവിശേഷം അറിയിക്കുവാനുള്ള താല്പര്യം നമുക്ക് വേണം. ആദ്യം പലർക്കും സ്റ്റേജാണ് വേണ്ടത്, ഹല്ലേലൂയ. പക്ഷെ ഹൃദയത്തിനകത്തൊരു കത്തുന്ന ഒരാഗ്രഹം വേണം. ആത്മാക്കളുടെ വിടുതൽ, ആത്മാക്കളുടെ രക്ഷ, ഹല്ലേലൂയ, ദൈവിക ദൗത്യങ്ങൾ എൻ്റെ മേൽ പകരപ്പെടുവാൻ. ഹല്ലേലൂയ, സ്തോത്രം. വ്യക്തിപരമായ എൻ്റെ ജീവിതത്തിലും ഞാൻ ഒരുപാട് ദാഹിച്ചത് ഈ അഭിഷേകത്തിന് വേണ്ടി ഒരു സമയത്ത്. ഇന്ന് ഞാൻ ദാഹിച്ചുകൊണ്ടിരിക്കുക. എല്ലാം തികഞ്ഞുകൊണ്ടൊന്നും പറയുന്നതല്ല, പോരെന്ന് തോന്നുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒച്ചയെടുക്കുന്നത്. എനിക്ക് വേണം. ഹല്ലേലൂയ. ഒരിക്കലും എൻ്റെ കർത്താവിനെ നിറച്ചു. ആ ദിവസം ഞാൻ മറക്കത്തില്ല. സ്തോത്രം. വീണ്ടും ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആ ശക്തി എൻ്റെ മേൽ ഒന്നുകൂടി ഒന്ന് പകരണം. എനിക്കത് ഇനിയും വേണം കർത്താവേ. ഇത് പോരാ കർത്താവ്, ഇത് പോരാ, ഇത് പോരാ, ഇത് പോരാ. വേണം, വേണം, വേണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെ ആരും തൊട്ടില്ലെങ്കിലും ഹൃദയത്തിനകത്തൊരു കത്തുന്ന തീ പോലൊരു ആഗ്രഹം, ഒരു തീക്ഷണതയുണ്ടെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടും. ഞാനത് അനുഭവിച്ചതാണ്. ആരും എന്നെ കൈകൊണ്ട് തൊട്ടില്ല. സ്തോത്രം. പക്ഷെ പരിശുദ്ധ ആത്മാവിൻ്റെ ശക്തി എൻ്റെ മേൽ വന്നു. സ്തോത്രം. എല്ലാം പൂർണ്ണനായില്ല എങ്കിലും ഒരനുഭവം മതി ജീവിതത്തിൽ. യേശുക്രിസ്തു ആദ്യമായി പ്രസംഗിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഇരിക്കുന്നു. എന്തിനാണ് ഇതിരിക്കുന്നത്? ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാൻ. തുടർന്ന് വായിച്ചാൽ മതി. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ. ഹല്ലേലൂയ. അപ്പോൾ അന്ന് വരെ മുമ്പും ഒരുപക്ഷെ തിരുവചനം സംസാരിച്ച് കാണും. പക്ഷേ പത്രോസ് സംസാരിച്ചിരുന്നു. യേശുക്രിസ്തുവിൻ്റെ പെന്തക്കോസ്ത ദിനത്തിനു മുമ്പ് 1000 പ്രസംഗം പത്രോസ് പ്രസംഗിച്ച് കാണും. ഹല്ലേലൂയ. ശിഷ്യന്മാർ പ്രസംഗിച്ച് കാണും. പക്ഷേ പെന്തക്കോസ്തിന്റെ നാൾ കഴിഞ്ഞപ്പോൾ, അവരുടെ മേൽ ദൈവശക്തി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് ഒറ്റ പ്രസംഗം. പ്രത്യേകിച്ചൊരു പ്രിപ്പറേഷൻ ഒന്നുമില്ല, സിമ്പിളായിട്ട് പ്രസംഗിച്ചു. ഹല്ലേലൂയ. അവിടെ വ്യാപരിച്ച ദൈവശക്തി ആമേൻ ഹൃദയങ്ങളിൽ കുത്തുകൊള്ളുവാനിടയായി. സ്തോത്രം. ജീവിതകാലം മുഴുവൻ സ്നാനപ്പെടുത്താൻ കഴിയാത്തവരെ ഒറ്റ ദിവസം കൊണ്ട് സ്നാനം നടന്നത്. ആമേൻ. ഇന്ന് ദൈവസഭകൾക്കുള്ളിൽ ആമേൻ നിർബന്ധിച്ച് സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ആമേൻ. അവരവിടെ വന്നിട്ട് പറഞ്ഞാൽ ഞങ്ങൾക്ക് രക്ഷിക്കപ്പെടാൻ എന്ത് ചെയ്യണം, ഞങ്ങളെ ഒന്ന് സ്നാനപ്പെടുത്തണമെന്ന് പറഞ്ഞ് യോർദാന്റെ തീരത്തോടി വരുന്ന ജനം പത്രോസിന്റെ അടുക്കൽ ജനം കടന്നു വന്നു. ആമേൻ. പത്രോസിന്റെ ജീവിതത്തിൽ, ഞാൻ പത്രോസാണ് കൂടുതലെന്ന് പറയാൻ ആമേൻ പരിശുദ്ധ ആത്മാവിൽ പ്രേരണ നൽകുന്നതുകൊണ്ട്, പത്രോസിന്റെ ജീവിതത്തിൽ ആമേൻ പത്രോസ് പറഞ്ഞപ്പോൾ അമ്മയുടെ ഉദരത്തിലെ മുടന്തനായ ഒരുവൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുവാൻ പറയുമ്പോൾ, വെള്ളിയും പൊന്നും ഞങ്ങളുടെ പോക്കറ്റിൽ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ കുതിച്ചു ചാടുവാൻ ഇടയായതിന് പിന്നിൽ വ്യാപരിച്ചത് ദൈവശക്തിയായിരുന്നു. ഹല്ലേലൂയ. അതെ, ഈ കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ പത്രോസ് വാ തുറന്ന് സംസാരിച്ചത് ഈ ബൈബിൾ സ്കൂളിൽ പോയിട്ട് അല്ലെങ്കിൽ ഒരുപാടൊന്നും സ്റ്റഡി ചെയ്ത് വന്നിട്ട് നോട്ടൊക്കെ എഴുതി വെച്ചിട്ട് പ്രസംഗിച്ച പ്രസംഗമല്ല. സ്തോത്രം. വലിയ ആഴമേറിയ വെളിപ്പാടൊന്നും പറഞ്ഞില്ല. പക്ഷേ തിരുവചനം പറയുന്നു, ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. വചനത്തിനകത്ത് വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി ഉണ്ടെന്ന് ഞാൻ കോട്ടയത്തിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ, നിങ്ങൾ ആമേൻ UAE-യിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ, അതേ ആഫ്രിക്കയിൽ ഇരിക്കുന്ന ഒരുവന്റെ മേൽ പരിശുദ്ധാത്മാവ് വരുമെന്ന്. സ്തോത്രം. ഇന്ന് കർത്താവ് ഇതൊക്കെ തന്നിരിക്കുന്നത് ഇതിനു വേണ്ടിയാണ്. നിങ്ങൾ പോയി ആരെയും തൊടണ്ട. ആമേൻ. there will be mass repentance in the name of Jesus Christ. നിങ്ങളുടെ വാക്കുകളുടെ മേൽ അധികാരം കർത്താവ് തരും.
സ്തോത്രം, വലിയ ശ്രേഷ്ഠതയും മാന്യതയും ഒന്നും പറയാൻ കഴിയാത്ത ചിലരെ കർത്താവ് ഈ ദിവസം എഴുന്നേൽപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്തോത്രം. ആ വാക്കുകളെ പ്രസ്താവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ വാതുറന്ന് അന്യഭാഷകൾ ദൈവത്തെ സ്തുതിച്ചു. അന്യഭാഷയെ എതിർക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. ഭാഷകളൊന്നും നിന്നു പോയിട്ടില്ല, രോഗസൗഖ്യം നിന്നു പോയിട്ടില്ല. ബ്രദറൻ സഭയാണ് ആമേൻ അത് പഠിപ്പിക്കുന്നത് എനിക്ക് കരുതുന്നത്. എനിക്ക് ആഴത്തിനൊന്നും അതിനെപ്പറ്റി അറിയില്ല. പക്ഷേ ഇന്ന് അങ്ങനെയുള്ള സഭകൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അല്ലാത്ത സഭകൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ സുവിശേഷം ബുദ്ധിയിലല്ലായിരുന്നു, ഞങ്ങളുടെ സുവിശേഷം ശക്തിയിലാണ്, പരിശുദ്ധാത്മാവോടാണ്. 1 തെസ്സലോനിക്കർ ലേഖനം 1-ാം അധ്യായത്തിന് 5-ാം വാക്യം പറയുകയാണ്, ബഹുനിശ്ചയത്തോടെയാണ് നിങ്ങളുടെ അടുക്കൽ വന്നത്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ സുവിശേഷം പറയണ ആർക്കെങ്കിലും ബൈബിൾ സ്കൂളിൽ പോക്കോ നല്ലതാ, പക്ഷേ ഡോക്ടറേറ്റ് എടുത്തോ അതും നല്ലതാ, തീസിസ് എഴുതിക്കോ എല്ലാം നല്ലതാ. പക്ഷേ ഈ എണ്ണ അകത്തില്ലെങ്കിൽ, ഈ മുദ്ര അകത്തില്ലെങ്കിൽ ഒരു എഫക്റ്റീവ് മിനിസ്റ്റർ നമുക്ക് ചെയ്യാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. പൈശാചിക മണ്ഡലങ്ങളുടെ മേൽ നിങ്ങൾക്ക് അധികാരമാണോ ജയമാണോ? പുറത്തുനിന്ന് പോയി പിശാചിനെ പുറത്താക്കണ്ട. സ്തോത്രം. നമ്മളിൽ തന്നെ ആയിരിക്കുന്ന ചില മണ്ഡലങ്ങളുടെ മേൽ ജയമെടുക്കണമെങ്കിൽ ഇന്ന് നമുക്ക് ആവശ്യം ഈ അഭിഷേകമാണ്. സ്തോത്രം. കാരണം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം നമ്മളിപ്പം ഈ ശക്തി വെളിപ്പെടുമ്പോൾ ചിലർക്ക് ഞാൻ കണ്ടിട്ടുണ്ട്, ചിലരെ പൈശാചികമായ ശക്തികളുടെ അധികാരമുള്ളവരുടെ മുമ്പിൽ അങ്ങനെ ബാധിക്കപ്പെട്ടവർ വരുമ്പോൾ ഒന്നും പറഞ്ഞില്ലെങ്കിലും അവരുടെ മുമ്പിൽ വരുമ്പോൾ തന്നെ ഇതാ നിലവിളിച്ചുകൊണ്ട് പുറത്തു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഭക്തന്മാർ, അഭിഷക്തന്മാർ ഉണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു കേട്ടോ. സ്തോത്രം. അങ്ങനെ ചിലരെ കർത്താവ് എഴുന്നേൽപ്പിക്കട്ടെ എന്ന് ഞാൻ വീണ്ടും പ്രാർത്ഥിക്കാം. അനേകരുടെ ബന്ധനങ്ങൾ അഴിയുവാൻ. ഹല്ലേലൂയ. അതുമാത്രമല്ല, വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മളെ ബന്ധിക്കുന്ന ഏതെങ്കിലും മണ്ഡലങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ മേൽ ജയമെടുക്കണമെങ്കിൽ ഇതില്ലാതെ ഒരു സാധ്യതയുമില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം സുപരിചിതമായൊരു വേദവാക്യം നമുക്കൊന്ന് വായിക്കാം. അതിൻ്റെ 10:29 പറയുകയാണ്, ഒന്നാളിൽ അവൻ്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവൻ്റെ നുകം, നോക്കുക, അവൻ്റെ നുകം, അവൻ്റെ ചുമട് നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും. പുഷ്ടി നിമിത്തം നുകം തകർന്നു പോകും. ഹല്ലേലൂയ. വേറൊരാളെ പോയി സൗഖ്യമാക്കുന്ന കാര്യമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു മിഥ്യാൻ്റെ കാര്യമായിരിക്കാം പുറമേ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആത്മീയ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന മിഥ്യാന്മാരും ഫിലിസ്ത്യ മണ്ഡലങ്ങളുമുണ്ട്. അതിൻ്റെ മേൽ ഈ ദിവസങ്ങൾ ചെലവെടുക്കണമെങ്കിൽ ഒരു കാളയെ അവൻ്റെ കഴുത്തിൽ നുകം വെച്ച് തല കുനിപ്പിച്ചിട്ട് അടിമത്തത്തിൽ അവനെ ജോലി ചെയ്യിപ്പിക്കുന്ന പോലെ പൈശാചിക മണ്ഡലങ്ങൾ ഇന്ന് യേശുക്രിസ്തുവിലാകാത്ത, യേശുക്രിസ്തു അല്ലാത്ത അനേകരെ ആ ബന്ധനത്തിലാക്കുമ്പോൾ ഇന്ന് ഈ വിശ്വാസത്തിൽ വന്നു എന്ന് ചിന്തിക്കുന്ന ചിലരുടെ ജീവിതത്തിൽ പോലും ഇങ്ങനെയുള്ള നുകങ്ങൾ ജീവിതത്തിൽ കടന്നു വരും. പക്ഷേ വിശ്വാസ ജീവിതത്തെ തന്നെ ക്ഷയമെടുക്കുവാൻ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഒരു മാർഗമാണ് ദീപികാഭിഷേകം. അനവധി ഇടങ്ങളിൽ പൈശാചികമായ ബന്ധനത്തിൽപ്പെട്ടവർ, രോഗത്തിൽ ബന്ധപ്പെട്ടവർ കർത്താവ് സൗഖ്യമാക്കി. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ നമ്മളായിരിക്കുമ്പോൾ വ്യക്തിപരമായ ജീവിതത്തിൽ ആയിരിക്കുന്ന ചില നുകങ്ങളുണ്ട്. തല കുനിക്കുന്ന, തല ഉയർത്താൻ കഴിയാതെ വണ്ണം, ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാൻ കഴിയാതെ വണ്ണം, ദൈവം കൊടുത്തിരിക്കുന്ന സമൃദ്ധമായ ജീവൻ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയാതെ വണ്ണം ശത്രു ഒതുക്കി വച്ചിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ വിടുവിക്കപ്പെടണമെങ്കിൽ ആരോടും പറയാതെ രഹസ്യമായി പല വിശ്വാസികളും ഇന്ന് ബന്ധനത്തിലായിരിക്കുന്നവരുണ്ട്. ഞാൻ പറയുന്നത് അവരെ ബന്ധിക്കപ്പെടുന്നു പറഞ്ഞാൽ പിശാചിനാൽ ബാധിക്കപ്പെടുന്നു ഞാൻ പറയുന്നില്ല. പക്ഷെ ചില മണ്ഡലങ്ങളിൽ ശത്രുവിന് നമ്മുടെ മേലൊരു സ്ട്രോങ് ഹോൾഡ് വരും. ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. സ്തോത്രം. ഒരു ശക്തി കേന്ദ്രം ചിലരുടെ ജീവിതത്തിലുണ്ട്.
അത് പലപ്പോഴും പാപത്തിൻ്റെ സ്വാധീനം കൊണ്ടാണ്. സംസാരിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ കാര്യം പറയുന്നത്, ജഡത്തിൽ ജീവിക്കുന്ന സകല വ്യക്തി ജീവിതങ്ങളുടെ മേലും ഈ ജഡത്തിനകത്ത് പാപം വസിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവും വസിക്കുന്നുണ്ട്. പക്ഷെ പാപത്തിൻ്റെ ആ ശക്തിയുടെ മേൽ ക്ഷയമെടുക്കണമെങ്കിൽ, ജഡത്തിൻ്റെ മേൽ വ്യാപരിക്കുന്ന ആ ശക്തിയുടെ മേൽ ക്ഷയമെടുക്കണമെങ്കിൽ നമുക്ക് ആവശ്യം ഒരു ദൈവശക്തിയാണ്. അത് പരിശുദ്ധാത്മാവിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ ചിലരുടെ ജീവിതത്തിൽ ചില പ്രത്യേകമായ പഴകിയ പരിചയങ്ങളുണ്ടായിരിക്കാം. ഒരുപക്ഷെ കഴിഞ്ഞ തലമുറയുടെ കടന്നു വന്ന പരിചയങ്ങളായി, ചിലപ്പോൾ കോപത്തിൻ്റെതായ നിയന്ത്രിക്കാൻ കഴിയാത്ത കോപത്തിൻ്റെയോ, അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു ഉയർച്ചയുടെയോ, അല്ലെങ്കിൽ വാ തുറന്നാൽ സംസാരത്തിലുള്ള തെറ്റായ സംസാരങ്ങൾ, ഹൃദയത്തിനകത്തുനിന്നും ആരും കാണാതെ നമ്മുടെ ഹൃദയത്തിനകത്ത് ആ ഉയരുന്ന ചിന്തകൾ, കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത മണ്ഡലങ്ങൾ ഇന്ന് ജീവിതങ്ങളുടെ മേലുണ്ട്. പക്ഷേ ദൈവിക അഭിഷേകം പ്രാപിച്ചൊരു വ്യക്തിക്ക് മാത്രമേ അതിൻ്റെ മേൽ ക്ഷയമെടുക്കാൻ കഴിയത്തുള്ളൂ. ഞാൻ വളരെ പെട്ടെന്ന് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതിലേക്ക് നിൽക്കാൻ ആഗ്രഹിക്കും. ചില പോണോഗ്രഫി കാണുന്നവരുണ്ട്, എല്ലാവരും അല്ല, ചിലരുടെ വിശ്വാസ ജീവിതത്തിൽ വന്നു, പക്ഷെ അവർക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. പക്ഷെ ഇതാണ് നുകം. ഈ നുകം തകരണം, ഈ നുകം തകരണം. ഹല്ലേലൂയ. അതിൻ്റെ മേൽ ക്ഷയമെടുക്കാൻ കഴിയണമെങ്കിൽ യു കനോട്ട് ഡു ഇറ്റ് ബൈ യുവർ ഓൺ സ്ട്രെങ്ത്. നിരന്തരമായ ദൈവ സാന്നിധ്യമായി ഈ ദിവസങ്ങളിൽ നമ്മൾ പൊരുത്തപ്പെട്ട് വരുവാൻ തയ്യാറാണെങ്കിൽ, ആ പകർന്നിരിക്കുന്ന അഭിഷേകം സൂക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ, ആ അഭിഷേകത്തിൻ്റെ ലെവല് കൂട്ടുവാൻ തയ്യാറാണെങ്കിൽ, എത്ര ശക്തി കേന്ദ്രങ്ങളാണെങ്കിലും അതിൻ്റെ മേൽ ക്ഷയമെടുക്കുവാനുള്ള ദൈവശക്തിയുടെ ആർജവം അതിൻ്റെ മേൽ ഉയർന്ന when the enemy comes in like a flood, ഇംഗ്ലീഷിലായ കറക്റ്റായിട്ട് പറഞ്ഞിരിക്കുന്നത്, the spirit of the Lord will raise up a standard. ആ പൈശാചിക നേരിടുന്ന പലപ്പോഴും നമ്മളെ ഞെരുക്കുന്ന ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും പല തലങ്ങളിൽ, പലപ്പോഴും കൺഫ്യൂഷനിൽ കൊണ്ടുവന്ന ഭയം കൊണ്ടുവരുന്ന ഇരുട്ടിൻ്റെ വ്യാപാരങ്ങൾ ക്ഷയമെടുക്കണമെങ്കിൽ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല തിമോത്തിയോസേ നിന്റെ ജീവിതത്തിനുമേ ദൈവം പകർന്നത്, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവ്. എത്ര പേർന്ന് പ്രാർത്ഥിക്കും? ജസ്റ്റ് ഓപ്പൺ യുവർ ഹാർട്ട് ടുഡേ നൈറ്റ്. ഒരു ഭയത്തിൻ്റെ അനുഭവം ഉണ്ടെങ്കിൽ, പലപ്പോഴും മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത സ്ഥലങ്ങളുണ്ടെങ്കിൽ, ഇന്ന് മനസ്സിനെ സൗഖ്യമാക്കാൻ കഴിയുന്ന ഒരു അഭിഷേക തൈലമുണ്ട്. ഇറ്റ് ക്യാൻ ഹീൽ യു, ഇറ്റ് ക്യാൻ സെറ്റ് യു ഫ്രീ. സ്തോത്രം. ഒരു ഡിപ്രഷൻ്റെ അനുഭവത്തിലാണോ? സന്തോഷത്തിൻ്റെ തൈലമാണ് അഭിഷേകം. അത് ഈ ദിവസങ്ങളിൽ ഒന്ന് ഉജ്ജ്വലിപ്പിക്കാൻ, അത് ഒഴുകുവാൻ തക്കവണ്ണം ദൈവം ഇടയാകട്ടെ. അതേ, ഭയത്തിന് ദണ്ഡനമുണ്ട്. ഭാവിയെപ്പറ്റിയുള്ള ഭയമായിരിക്കാം. സ്തോത്രം. പലപ്പോഴും നേരെ നിന്ന് സംസാരിക്കാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. പക്ഷേ തൈലം എൻ്റെ തലയിൽ വീണതോടെ സ്തോത്രം ദൈവം എനിക്ക് ധൈര്യം തന്നു. സ്തോത്രം. എവിടുന്നാന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം. പക്ഷെ എനിക്കറിയാം അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി എന്താണെന്ന്. ഹല്ലേലൂയ. രണ്ട് കാലിൽ നിന്ന് നേരെ നിൽക്കാൻ കഴിയാത്തവരെ ദൈവശക്തിയാൽ നിറയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ കാൽമുട്ടുകൾ വിറയ്ക്കുന്നവരാണോ? ആരോടും സംസാരിക്കാൻ കഴിയാതെ വണ്ണം നിങ്ങൾ ലജ്ജിതരായിരിക്കുന്ന വ്യക്തിയാണോ? പ്രാർത്ഥിക്കുന്ന അഭിഷേകത്തെ നിങ്ങളുടെ മേൽ പകരും. ഗിദെയോനെ എഴുന്നേൽപ്പിച്ച ദൈവം നിങ്ങളെയും എഴുന്നേൽപ്പിക്കും. തിമോത്തിയോസിനെ എഴുന്നേൽപ്പിച്ച ദൈവം നിങ്ങളെയും എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. നിങ്ങൾ ക്ഷീണിച്ച് മടുത്തു പോകാതിരിക്കേണ്ടതിന് മുറുകെ പറ്റുന്ന പാപവും ഭാരവും വിട്ട് നല്ലൊരു ഓട്ടമോടുവാനായിട്ട് നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുത്തു പോകരുത്. സ്തോത്രം. മടുത്തു പോകരുത്, ക്ഷീണിച്ചു പോകരുത്. അവൻ ഈ അഭിഷേകം വന്നാലുണ്ടല്ലോ, ഏലിയാവ് കുതിരയുടെ മുമ്പിൽ ഓടിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ഫിലിപ്പോസിനെ ദൈവം എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞു. ഇത് കെട്ടുകഥയല്ല, ഇത് സംഭവിച്ച കാര്യം. വിശ്വസിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ഏറ്റെടുത്താൽ മതി. ഈ പുസ്തകത്തിനകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് എഴുതി മുഴുവൻ സത്യമാണ്. അത് വിശ്വാസമാണ് ഏറ്റെടുക്കുന്നത്. ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. ചില താളുകൾ മറിച്ച് മാറ്റി, ചിലത് മാറ്റിയിട്ട് ചിലത് മാത്രം എനിക്ക് വിശ്വസിക്കാനുള്ള ദൈവത്തിൻ്റെ പുസ്തകം. ദൈവത്തിൻ്റെ ആത്മാവ് എവിടെയെല്ലാം എന്തെല്ലാം എഴുതിയിട്ടുണ്ടോ, യു ക്യാൻ ബിലീവ് ഇറ്റ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാം. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് എൻ്റെ ജീവിതത്തിലും ഈ അഭിഷേകത്തിൻ്റെ ശക്തി ചില ദിവസങ്ങളിൽ ചിലപ്പോൾ ആ കൃപ വെളിപ്പെടാതിരിക്കുമ്പോൾ
നല്ല ഭക്ഷണമൊക്കെ കഴിച്ചാലും ഒരു മടുപ്പും ക്ഷീണവും മടിയും ഒക്കെ കടന്നു വരും. പക്ഷെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഹല്ലേലൂയ, ഹോർലിക്സിനോ ബൂസ്റ്റിനോ ഒന്നും തരാൻ കഴിയാത്തൊരു ദൈവശക്തിയുണ്ട്. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ കഴിച്ചുകൊണ്ടിരുന്നതാണ്. സ്തോത്രം. ഇന്നിപ്പോൾ അതിൻ്റെ പേരൊക്കെ മാറി. ഹല്ലേലൂയ, സ്തോത്രം. രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഓടിയാലും ഒരു ക്ഷീണവുമില്ലെന്ന്, അങ്ങനെ ഇപ്പം നിൽക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, നിനക്ക് അറിഞ്ഞുകൂടെയോ സഹോദര, യഹോവ നിത്യ ദൈവമാണ്. അല്ലേ? അവൻ ക്ഷീണിക്കുന്നില്ല, അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി കൊടുക്കുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ഹല്ലേലൂയ. അവൻ ശക്തിയെ പുതുക്കും, കഴുകന്മാരെ പോലെ അവർ ചിറക് അടിച്ച ഉയരും. ഉയർത്തുന്ന ദൈവമാണ്. ദൈവശക്തിയെ പകർന്നു കഴിഞ്ഞാൽ ലോകത്ത് ഒരു ശക്തിക്ക് നിങ്ങളെ പിടിച്ചു നിർത്താൻ കഴിയത്തില്ല. നിങ്ങളുടെ മുമ്പിൽ എല്ലാ വാതിലുകളും അടഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് മുമ്പിൽ വ്യക്തികൾ, ജീവിതങ്ങൾ നിങ്ങൾക്കെതിരെ നിൽക്കുകയാണെങ്കിലും, ഹല്ലേലൂയ, സാഹചര്യങ്ങളും സമൂഹവും നിങ്ങൾ ഒറ്റപ്പെടുത്തിയാലും, ഒറ്റപ്പെടുത്താത്ത ഒന്നുണ്ട്, അകത്ത് അഭിഷേകമുള്ളവനെ ദൈവം ഒറ്റപ്പെടുത്തത്തില്ല. ദൈവം അവനോട് കൂടെയിരുന്നു. സ്തോത്രം. പ്രവാചകന് സ്വന്തം ഭവനത്തിനകത്ത് സ്ഥാനമില്ലായിരുന്നു. ദൈവത്തിൻ്റെ പുത്രനായിട്ട് ഭവനത്തിനകത്ത് സ്ഥാനമില്ലായിരുന്നു. സ്തോത്രം. ദാവീദ് അഭിഷക്തനായിട്ടും സ്ഥാനമില്ലായിരുന്നു. പക്ഷെ സ്ഥാനം കൊടുക്കുന്ന ദൈവമുണ്ട്. നിങ്ങളെയും എന്നെയും ഇരുത്താൻ കഴിയുന്ന സ്ഥലത്ത്, ഇരുത്തേണ്ട മണ്ഡലങ്ങൾ ഇരുത്താൻ കഴിയുന്ന ദൈവത്തെ ആരാധിക്കുന്നത് കേട്ടോ. അവൻ ഈ ദിവസം ഉയർച്ച പ്രാപിക്കണമോ, ആത്മീയമായിട്ട് ഉയരണമോ, സ്തോത്രം, ശാരീരികമായിട്ടൊന്ന് ബലപ്പെടണമോ, ആമേൻ. ഇന്ന് നമുക്ക് ആവശ്യം ആ ദൈവശക്തിയാണ്. സാറായുടെ ഉദരത്തെ ജീവിപ്പിച്ചത്, ആമേൻ, അഭിഷേകമാണെന്ന് പറയുന്നവരുണ്ട്. ഹല്ലേലൂയ. അതെ. അപ്പൊ നമ്മൾ തിരിച്ചറിയുക, ക്ഷീണങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ഹല്ലേലൂയ. ദൈവശക്തി ശരീരത്തിന് മേൽ വെളിപ്പെടുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വെളിപ്പെടുമ്പോൾ അവിടെ ഒന്നും തടസ്സമാകത്തില്ല. നമ്മൾ അസാധ്യതകളൊക്കെ പറഞ്ഞായിരിക്കും ഇരിക്കുന്നത്. പക്ഷേ ഇന്ന് വിശ്വാസ കണ്ണാൽ കണ്ടുകൊണ്ട് ചിലതൊക്കെ ഏറ്റെടുക്കാൻ തയ്യാറാകാം. 1 യോഹന്നാന്റെ ലേഖനം 2:27 പറയുകയാണ്. 1 John chapter 2:27 says, അവനാൽ പ്രാപിച്ച അഭിഷേകം. ആരാൽ പ്രാപിച്ച്? ക്രിസ്തുസ്. അഭിഷക്തനായ യേശുവിലൂടെ ദൈവസഭയിലേക്ക് പകരപ്പെടുന്ന അഭിഷേകം ഒരു തൈലമായി കേൾക്കുന്ന ജീവിതങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ചില അഭിഷക്തന്മാർ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. ദൈവസഭ അഭിഷേകം പ്രാപിച്ചവരാൽ നിറയട്ടെ. തലമുറകളുടെ മേൽ അഭിഷേകം പകരപ്പെട്ട് യിരെമ്യാവിനെ എഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ അഭിഷേകം ചില ബാലന്മാരുടെ മേൽ വെളിപ്പെടട്ടെ. മോശെ എഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ അഭിഷേകം ചില വൃദ്ധന്മാരുടെ മേൽ വെളിപ്പെടും. ഹല്ലേലൂയ. അസാധ്യതകൾ പറഞ്ഞിരിക്കരുത്. ഞാൻ ബാലനാണെന്ന് പറയരുത്. എനിക്ക് പ്രായമായെന്ന് പറയരുത്. പറയണം, ഹല്ലേലൂയ, എൻ്റെ ദൈവം, ആമേൻ, എന്നെ ആമേൻ ഈ ദിവസങ്ങളിൽ ബലപ്പെടുത്താൻ കഴിയുന്ന ദൈവം. സ്തോത്രം. സുല്ലിട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ സുല്ല് മാറ്റ്. ഹല്ലേലൂയ. വിശ്വസിക്കാൻ തയ്യാറാകുക. അവനാൽ പ്രാപിച്ച അഭിഷേകം പാസ്റ്ററാൽ പ്രാപിച്ചതല്ല. സ്തോത്രം. ലോകത്തിൽ ഒരു അഭിഷേകത്തിലൂടെയും പ്രാപിച്ചതല്ല. യേശു ക്രിസ്തുവിലൂടെയാണ് അഭിഷേകം വരുന്നത്. അവന്റെ അഭിഷേകം നിങ്ങൾക്ക് സകലതും ഉപദേശിച്ചു തരികയാലും, അത് ഭോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കാലും, അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പിൻ. അല്ലേ? അപ്പൊ അഭിഷേകമാണ് ഒരുവനെ ടീച്ച് ചെയ്യുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, ബൈബിൾ സ്കൂളിൽ നിങ്ങൾ പോകുന്നത് നല്ലതാണ്. പക്ഷെ അത് നിങ്ങൾ ഒരു പാസ്റ്റർ ആകത്തില്ല. പലരും പാസ്റ്റർ ആകാൻ വേണ്ടിയാണ് ബൈബിൾ സ്കൂളിൽ പോകുന്നത്. പക്ഷേ പുറത്ത് വരുമ്പോൾ സ്വന്തം പലരും ആകാത്തവരുണ്ട്. അല്ലെങ്കിൽ പക്ഷെ അതിനപ്പുറത്ത് അഭിഷേകം പ്രാപിച്ച് പൗലോസിന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല ബൈബിൾ സ്കൂളിൽ പോയ വ്യക്തിയാണ് പൗലോസ്. സമയം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾക്കൊരു മടുപ്പാകത്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അഭിഷേകത്തിലാണ് ഞാൻ സംസാരിക്കുന്നതെങ്കിൽ, ഹല്ലേലൂയ, ആമേൻ, അല്ലെങ്കിൽ അത് അങ്ങനെയാണെങ്കിൽ ആർക്കും ഉറങ്ങാൻ കഴിയത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങാം. കാരണം ഇത് കേൾക്കാൻ പൈശാചികമുള്ളതിന് ഇഷ്ടമില്ല. ആമേൻ. നമുക്ക് ഹൃദയങ്ങളിൽ നിന്ന് തുറക്കാം. ഹല്ലേലൂയ. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പോയത് ഏറ്റവും നല്ല ബൈബിൾ സ്കൂളിലാണ്.
ശൗൽ എന്ന വ്യക്തി, തർസോസുകാരനായ ശൗല് ഗമാലിയേലിന്റെ കാൽപാദ പീഠത്തെങ്ങനെയാണ് പോയി പഠിച്ചത്. ബാക്ക് ഓഫ് ദ ഹാൻഡ് എന്ന് പറയുന്ന ഇംഗ്ലീഷിൽ പറയുന്ന പോലെ പഴയ നിയമ പുസ്തകങ്ങൾ മനഃപ്പാഠമാക്കി കുത്തും കോമയും വരെ അറിയാവുന്ന വ്യക്തിയാണ്. പക്ഷെ വെളിപ്പാടില്ലായിരുന്നു. ആമേൻ. കാരണം യേശു ആരാണെന്ന് തിരിച്ചറിഞ്ഞില്ല. ദൈവിക സത്യത്തിൻ്റെ വെളിപ്പാട് കിട്ടിയിട്ടില്ലായിരുന്നു. എപ്പോഴാണ് കിട്ടിയെന്ന് ചോദിച്ചാൽ അനന്യാസ് എന്നൊരു വ്യക്തി, ഹല്ലേലൂയ, ഒരു പൗലോസിനെ തിരക്കിപ്പോയപ്പോൾ, ശൗലിനെ തിരക്കിപ്പോയി. അതേ, ആ ശൗലിൻ്റെ മേൽ കരം വെച്ചപ്പോൾ തിരുവചനം പറയുന്നു, പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിന് അവൻ്റെ മേൽ കരം വെച്ച്. ചില അഭിഷക്തന്മാർ കരം വെച്ചാൽ നിങ്ങൾക്ക് അഭിഷേകം കിട്ടുന്നു. സ്തോത്രം. ചിലർ പറയാറുണ്ട്, ആമേ നിങ്ങളാരും കരം വയ്ക്കേണ്ട ദൈവം ഇല്ല. ചിലർ കരം വെച്ചാൽ അഭിഷേകം വ്യാപരിക്കും. ദൈവത്തിൻ്റെ നിയോഗത്തോടെ കരം വെച്ചാൽ അഭിഷേകം വ്യാപരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ സമർപ്പിക്കാൻ തയ്യാറാണ്. അപ്പോൾ അനന്യാസ് വന്ന് കരം വെച്ച പൗലോസിന്റെ മേൽ പരിശുദ്ധാത്മ പൂർണ്ണത വന്നപ്പോൾ കാര്യങ്ങൾ മാറി. പഠിച്ചത് മുഴുവൻ, ബൈബിൾ സ്കൂളിൽ പഠിച്ചത് മുഴുവൻ ഒരു വെള്ളിത്തിരയിൽ എന്ന പോലെ മുമ്പിൽ വെളിപ്പെട്ടു. അതിൻ്റെ എല്ലാ വെളിപ്പാടുകളും പരിശുദ്ധാത്മാവ് കാണിച്ചു കൊടുക്കാൻ തുടങ്ങിയപ്പോൾ വെളിപ്പാടിൻ്റെ ആധിക്യം നിമിത്തം ചുമ്മാതിരിക്കാൻ കഴിയുന്നില്ല. ചിന്തിക്കുന്നത് മുഴുവൻ വെളിപ്പാടായി മാറുന്നു. സ്തോത്രം. യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള വെളിപ്പാടുകൾ എഴുതി 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 അദ്ദേഹം മടുത്ത് കാണും. ചിലത് മാത്രം നമുക്ക് കരങ്ങളിൽ കിട്ടിയിട്ടുള്ളൂ. ഇനിയും അദ്ദേഹം പുസ്തകങ്ങളുണ്ട്, അദ്ദേഹത്തെ കാണുമ്പോൾ നമുക്ക് ചോദിക്കാം. സ്തോത്രം. അതിനകത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 9:22 പറയുകയാണ്, അപ്പോസ്തലനായ പൗലോസ് മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. ഇന്ന് മേൽക്കുമേൽ അനേകരുടെ ബലം കുറഞ്ഞുകൊണ്ടിരിക്കുക. സഭയെ വരുമ്പോൾ ഉറക്കമാ. സ്തോത്രം. പലരും, എല്ലാവരുമല്ല. സ്തോത്രം. സഭ ഉറങ്ങാനുള്ള സ്ഥലമല്ല. സഭയിൽ തീ കത്തണം. സഭയിൽ ബലപ്പെടുന്ന സ്ഥലമാണ്. ആത്മാവിലുള്ള ആരാധന സഭകളിൽ വെളിപ്പെടണം. ഹല്ലേലൂയ. മുഴങ്കാലുകൾ മടക്കി മെത്തപ്പായിലിരുന്ന് ആരാധിച്ച ജീവിത ആമേൻ അനുഭവം എനിക്കുണ്ട്. അതിനകത്ത് കത്തിയ അഭിഷേകം ഇന്നും കേട്ടിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. കസേരയിലൊന്നും അല്ല ഇരുന്നല്ല അഭിഷേകം. ആമേൻ. സ്തോത്രം. യഥാർത്ഥ ആരാധന ആമേൻ ദൈവസന്നിധിയിൽ ഈ ദിവസങ്ങളിൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ശക്തമായി പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിന് വേണ്ടി നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകണം. പൗലോസും ശീലാസും പാടി ആരാധിച്ചു. അതിനകത്ത് അഭിഷേകം വെളിപ്പെടുകയാണ്. അഭിഷേകം വെളിപ്പെട്ടപ്പോൾ ആമേൻ അവിടെ ജയിലറെ കുലുക്കി കളഞ്ഞു. വാതിലുകൾ തനിയെ തുറന്നു. അഭിഷേകത്തിന്റെ ശക്തി എന്താണെന്ന് രാത്രി പറഞ്ഞാൽ ഇന്ന് തീരത്തില്ല. സ്തോത്രം. ചിന്തിക്കാൻ കഴിയാത്ത തലങ്ങളിൽ അത് വെളിപ്പെടുവാനിടയാകും. മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. നമ്മൾ ശക്തി പ്രാപിക്കുന്നവരായി മാറട്ടെ. 1 യോഹന്നാൻ പറയുകയാണ്, നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് സകലതും അറിയുന്നു. അവൻ 2 കൊരിന്ത്യർ 4:3 പറയുന്നു, സുവിശേഷത്തിന്റെ മർമ്മം മറിഞ്ഞിരിക്കുകയാണ്. അന്ന് വരെ കണ്ണുകളെ മൂടി വെച്ചിരുന്ന, ആത്മീയ കണ്ണുകളെ കൂരിടാക്കിയിട്ടിരിക്കുന്ന പൈശാചിക ബന്ധനത്തിന്റെ ശക്തി കേന്ദ്രങ്ങൾ ആ പരിശുദ്ധാത്മ പൂർണ്ണനായപ്പോൾ അഴിഞ്ഞു മാറി. സ്തോത്രം. പുറമേയുള്ള കണ്ണും അകമേയുള്ള കണ്ണും തുറന്നു. അഭിഷക്തനായ യേശു കർത്താവ്, ഏറ്റവും ഉന്നതനും അപ്പോസ്തലനുമായ അഭിഷക്തനായ യേശു ക്രിസ്തു ആമേൻ അതേ ദമസ്കോസിന്റെ പടിവാതിൽക്കല്ല ആമേൻ യെരൂശലേം വിട്ട് എമ്മാവൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാരുടെ കൂടെ നടന്നപ്പോൾ തിരുവചനം പറയുന്നു, അവരുടെ കണ്ണുകളെ കർത്താവ് തുറന്നു. ആമേൻ. മോശ തുടങ്ങിയുള്ള പ്രവാചകന്മാർ തുടങ്ങി യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള സകലതും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി. താങ്ക് യു ജീസസ്. എത്ര കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കും. ഏകദേശം 6 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇന്ന് പറയുകയാണ് 1 യോഹന്നാന്റെ ലേഖനം 2:26-27 വാക്യങ്ങൾ പറയുകയാണ്, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങൾ വസിക്കുന്ന ആരും നിങ്ങൾ ഉപദേശിക്കേണ്ട ആവശ്യമില്ല. അവൻ്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലം ഉപദേശിച്ചു തരും. ഇന്ന് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. അവിടെ അഭിഷേകം മറ്റൊരു കാര്യവും ചെയ്യുന്നുണ്ട്. അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് പരിസമാപ്തികളിലേക്ക് പോകാം. യേശയ്യാ പ്രവാചന പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ നുകത്തെ തകർക്കുന്ന അഭിഷേകത്തിന്റെ പുഷ്ടിയെ പറ്റി പറയുന്നുണ്ട്. എന്നാൽ അടുത്ത ചാപ്റ്ററിൽ യേശയ്യാ പ്രവാചന പുസ്തകം 11:1 അവിടെ ഇങ്ങനെ പറയുന്നു,
ഐസയ ചാപ്റ്റർ 11:1. എന്നാൽ ഇസയായുടെ കുറ്റിയിൽ നിന്നും ഒരു മുള പൊട്ടി പുറപ്പെടും, അവന്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും. യേശു ക്രിസ്തുവിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കുന്നു, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്. ശ്രദ്ധിക്കുക, സമയമുള്ള പിന്നീട് വായിച്ചാൽ മതി. പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. എവിടുന്നാണ് യഥാർത്ഥത്തിൽ വെളിപ്പെടേണ്ട തലങ്ങൾ ഇത് വെളിപ്പെട്ടത്? ബാഹ്യ പ്രകടനങ്ങളൊന്നുമല്ല ആത്മീയത. ഇന്ന് ആത്മീയതയ്ക്ക് ഒരു മൂടുപടം ഇട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ആത്മീയതയ്ക്ക് ദൈവജനം മടങ്ങി വരുവാൻ ഞാൻ വിശ്വസിക്കുന്ന പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. സ്തോത്രം. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ആത്മാവിന്റെ യഥാർത്ഥ ആരാധനകൾ വെളിപ്പെടട്ടെ, ബാഹ്യ പ്രകടനങ്ങൾ മാറട്ടെ. ആമേൻ. കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശങ്ങളും ആമേൻ ഇൻസ്ട്രുമെന്റ്സിന്റെ താളവും ലയങ്ങളും ശബ്ദകോലാഹലവും അല്ല. ഒരു കൂട്ടം ജനം ഒന്നുമില്ലാതിരുന്നപ്പോൾ മുഴങ്കാലുകൾ മടക്കി പ്രാർത്ഥിച്ച്, കേവലം തമ്പേർ അടിച്ച് മാത്രം പ്രാർത്ഥിച്ച്, അതെ, അവർ ആരാധിച്ചപ്പോൾ വെളിപ്പെട്ട ഒരു ദൈവ സാന്നിധ്യം. സ്തോത്രം. ഇതൊന്നുമില്ലാതെ വെളിപ്പെടാൻ ദൈവടയാക്കി. ഇന്ന് ആയിരിക്കുന്ന കീബോർഡ് എല്ലാം നല്ലതാ, പക്ഷേ അതൊന്നുമല്ല അതിൻ്റെ കാര്യം. വാട്ട് വി നീഡ് ഈസ് ദ ഹോളി സ്പിരിറ്റ് ഓഫ് ഗാഡ്. അതെ, പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനത്താൽ ദൈവം. നിങ്ങൾക്ക് ബുദ്ധിയില്ലെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് ഒരു പക്ഷേ ഓർമ്മശക്തി കുറവാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തെയും ആത്മാവിനെ ദൈവം പോയി. ചിലർക്ക് നല്ല ജ്ഞാനമാണ്, ചിലർക്ക് പരിജ്ഞാനമില്ല. പറയേണ്ട കാര്യങ്ങൾ എന്താണ് അവൻ പറയേണ്ടാത്ത കയറി പറയും. സ്തോത്രം. പറയേണ്ട കാര്യങ്ങൾ പറയത്തില്ല. ആമേൻ. അങ്ങനെ പല വിഷയങ്ങൾ പലപ്പോഴും പരിജ്ഞാനമില്ലാതെ സംസാരിക്കുന്നവരുണ്ട്. പക്ഷേ ദ അനോയിന്റിങ് will give you the grace and wisdom. ശലോമന്റെ മേൽ വെളിപ്പെട്ട വൈശിഷ്ട്യം. ശലോമൻ ചോദിച്ചത് പരിജ്ഞാനത്തിനും ജ്ഞാനത്തിനും വേണ്ടിയാണ്. അതാണ് അദ്ദേഹത്തിനെ ഉന്നതങ്ങളിലേക്ക് നയിച്ചത്. യോസേഫിനെ ഉന്നതനാക്കി മാറ്റിയത് അവൻ ജ്ഞാനാത്മാവുള്ളവനായിരുന്നു എന്ന് ഫറവോൻ കണ്ടു. സ്തോത്രം. നിങ്ങളുടെ ഓഫീസിനകത്ത് നിങ്ങളൊരു വ്യത്യസ്ത വ്യക്തിയായി മാറും. നിങ്ങളുടെ ഭവനത്തിനകത്ത് ദൈവം നിങ്ങളെ വ്യത്യസ്ത വ്യക്തിയാക്കും. ദാനിയേൽ ബാലന്മാരുടെ മേൽ വെളിപ്പെട്ട ദൈവിക വൈശിഷ്ട്യം പരിശുദ്ധാത്മാവിന്റെ ശക്തിയായിരുന്നു. താങ്ക് യു ജീസസ്. അതെ, ആമേൻ. എവിടുന്നാ ഇത് വരുന്നത്? യഹൂദനെ ശ്രേഷ്ഠനാക്കിയത് അബ്രഹാമിലൂടെ വന്ന ജ്ഞാനവും പരിജ്ഞാനവും അവന്റെ മേൽ വെളിപ്പെട്ട ആ ദൈവിക ബുദ്ധി, ആമേൻ, ഡിവൈൻ വിസ്ഡമായിരുന്നു. ഇന്നും അവരെ നിലനിർത്തുന്നു. പക്ഷേ നമുക്കതൊന്നും ഇല്ലെങ്കിലും we have someone called Jesus Christ. കാരണം അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങൾ ഒക്കെയും ഗുപ്തമായിരിക്കുന്നു. യേശു ക്രിസ്തു എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത് എല്ലാം കർത്താവ് തരും. നിങ്ങളുടെ ജോലിയിൽ വേണ്ടവണ്ണം ചെയ്യുവാൻ, ഭവനത്തിനകത്ത് വേണ്ടവണ്ണം നടക്കുവാൻ, പെരുമാറുവാൻ, ചെയ്യേണ്ട കാര്യങ്ങൾ വേഗത്തിൽ തക്കത്തിൽ വളരെ ശീഘ്രമായി പെർഫെക്റ്റ് ആക്കി അവൻ ചെയ്യുന്നതെല്ലാം നന്നായി ചെയ്തു എന്ന് യേശു ക്രിസ്തുവിനെ പറ്റി ഒരു പഴമൊഴി കിംവേദിയോടെ കേൾക്കുവാനിടയായി. എന്ന് പറഞ്ഞ യേശു തച്ചൻ്റെ പണി ചെയ്താലും അവൻ്റെ കരങ്ങളൂടെ വരുന്നത് കണ്ടാൽ ആരും അത്ഭുതപ്പെട്ടു പോകും. കാരണം ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ ശക്തി അവൻ്റെ മേലുണ്ടായിരുന്നു. ആമേൻ. അവൻ പരിശുദ്ധാത്മാവിനാൽ ജനിച്ചവരായിരുന്നു. നോക്കുക, 2 പത്രോസ് 1:3 ഒന്നിന് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ നിർത്താൻ താല്പര്യം. തൻ്റെ മഹത്വത്താലും വീര്യത്താലും എങ്ങനെയാ ദൈവം നമ്മളെ വിളിച്ചത്? അവന്റെ ശക്തിയാലാണ്. His divine power has given to us. What has given to us? ഇന്ന് ദൈവത്തിന്റെ വാഗ്ദത്തം പ്രാപിക്കുന്ന ദൈവിക, ആമേൻ, ദൈവിക വഴികളിൽ നടക്കുവാൻ ഇടയാകുന്നത് ഇറ്റ് ഈസ് ദ ഡിവൈൻ പവർ. ദിവ്യ ശക്തിയാണ് ഡിവൈൻ പവർ. ഡിവൈൻ ബ്യൂട്ടി മോശമായി ഉണ്ടായിരുന്നു. ദിവ്യ സൗന്ദര്യമുള്ളവനായിരുന്നു. ആമേൻ. എന്ന് ഡിവൈൻ പവർ ഉണ്ട്. ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുകയാണ്. ഈ പവർ വന്നാലുണ്ടല്ലോ, ഹല്ലേലൂയ, ജീവിതത്തിൽ വേണ്ടുന്ന സകലതും അതിനകത്തുണ്ട്. കാര്യങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് ആ ഡിവൈൻ പവറിനകത്ത് കിടപ്പുണ്ട്. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഈ ശക്തി നിങ്ങളുടെ മേൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പോലും അറിയാൻ കഴിയാത്ത തലങ്ങളിൽ നമ്മുടെ മനസ്സ് നിയന്ത്രിക്കപ്പെടും. മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. ജസ്റ്റ് ആസ്ക് ദിസ് ഡിവൈൻ പവർ അപ്പോൺ. നിങ്ങൾക്ക് ആമേൻ സമാധാനം തെറ്റിപ്പോകുന്ന അനുഭവത്തിലാണെങ്കിൽ ഇന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക. ജീസസ് ഹസ് ഓൾറെഡി ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. അതൊന്ന് ഏറ്റെടുക്കാൻ തയ്യാറാകാം.
കർത്താവ് വിടുവിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം ചിലരെ ഇന്ന് അഭിഷേകം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ കരമായിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഇന്ന് ഈ സമയത്ത് നിങ്ങൾ ലോകത്തിന് ഏത് ഭാഗത്താണെങ്കിലും നിങ്ങളെ തൊടുവാൻ ദൈവത്തിന് കഴിയും. എനിക്ക് കഴിയത്തില്ല, എൻ്റെ ശക്തി കൊണ്ട് എനിക്ക് കഴിയത്തില്ല, പക്ഷെ ദിവ്യ ശക്തിയുണ്ട്. ഇറ്റ് ക്യാൻ ടച്ച് യുവർ ലൈഫ്. പലരും വായിക്കാൻ കഴിയാത്ത പലരും ബൈബിൾ മാത്രം വായിക്കുന്ന ചിലരുണ്ട്. ബൈബിള് വായിക്കാൻ അറിയാം, പക്ഷെ ബൈബിൾ വായിക്കാതെ വചനം മുഴുവൻ മനഃപ്പാഠമാക്കി ഹൃദയഫലങ്ങൾ എഴുതിയവരുണ്ട്. ദിസ് ഈസ് കോൾഡ് ദ ഡിവൈൻ വിസ്ഡം. ഹല്ലേലൂയ. ഹി വിൽ ഗിവ് യു ഡിവൈൻ നോളജ്. ആമേൻ. ദ സ്പിരിറ്റ് ഓഫ് വിസ്ഡം. ആമേൻ. ദൈവിക കൃപാവരങ്ങൾ ദൈവസഭയുടെ മേൽ ഈ ദിവസങ്ങളിൽ വെളിപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി നമുക്ക് മുഴങ്കാലുകൾ മടക്കാം. ദൈവസഭ വളരും, ദൈവസഭ പടരും, ദൈവസഭ പന്തലിക്കും. സ്തോത്രം. അനേകർ നിത്യരാവകാശിയായി നിങ്ങളിലൂടെ മാറും. ഹല്ലേലൂയ. നമുക്ക് ദൈവകാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ട് എൻ്റെ വാക്യത്തിൽ നിന്ന് ഞാൻ വിരമിക്കട്ടെ. ദ ലാസ്റ്റ് തിങ്, 7 കാര്യം ഞാൻ പറഞ്ഞു. ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. റോമർക്കെതിരെ 8:11 അഭിഷേകം നിങ്ങൾ എന്ത് ചെയ്യും? അതെ, റോമർ 8:11 പറയുന്നു, യേശുവിനെ മരിച്ചവൻ ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. പാപത്തോട് പോരാടുന്നത് മരണത്തോളം നിങ്ങൾ നിർത്തരുത്. ഫൈറ്റ് അഗൈൻസ്റ്റ് സിൻ. പാപത്തെ നിങ്ങൾ സ്നേഹിക്കരുത്. hate sin. Hate the worldly system of which is against the word of God. അതിനെ നമ്മൾ എതിർക്കാൻ തുടങ്ങുമ്പോൾ പൈശാചികമെല്ലാം തകരും. അത് നിങ്ങൾ വിട്ടുമാറാൻ തുടങ്ങും. സ്തോത്രം. ഈ ദിവസങ്ങൾ അവനോട് എതിർത്ത് യേശുവിനെ മരിച്ചവൻ ഉയർപ്പിച്ചവൻ്റെ ആത്മാവ്. ആരാണ് ഉയർപ്പിച്ചത്? പരിശുദ്ധാത്മാവാണ് യേശു. അപ്പോൾ അഭിഷേകമുള്ളവനെ മരിച്ചാലും എഴുന്നേൽപ്പിക്കുന്നു. തിരിച്ചറിയുന്ന ഒരു ദൈവത്തെ സ്തോത്രം ചെയ്യാൻ തയ്യാറാണ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങൾ ഇന്ന് വിളിച്ചാലും 100 വർഷം കഴിഞ്ഞ് വിളിച്ചാലും പേടിക്കേണ്ട. സ്തോത്രം. എനിക്ക് പേടിയില്ല. അവൻ അതിനെപ്പറ്റി നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ ആരാണ്? ദൈവം. അഭിഷേകം നിങ്ങളിൽ വസിക്കുന്ന ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങൾ ജീവിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ളവനെ ദൈവശക്തിയാൽ എഴുന്നേൽപ്പിക്കും. അതെ, നിങ്ങൾ മരിച്ച് മണ്ണടിഞ്ഞ് നമ്മൾ പൊടിയായി തീർന്നാലും ദൈവശക്തി വെളിപ്പെടുമ്പോൾ കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളധ്വനിയോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. വിശ്വസിക്കുന്നവർ കർത്താവിന് മഹത്വം കൊടുക്കും. അത് സംഭവിക്കും. ഗംഭീരനാദത്തോടെ യേശു വരാൻ പോവുകയാണ്. ഇവിടെ കയറി വരിക എന്നാണ് ഞാൻ ചെന്ന് പറയുന്നത്. പ്രധാന ദൂതന്റെ ശബ്ദമാണത്. ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളം ധ്വനിക്കും. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ എഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടുകൂടെ ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. എങ്ങനെയാണ്? എൻ്റെ അകത്തളത്തിൽ വ്യാപരിച്ച ദൈവശക്തി ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമായിരുന്നു, പരിശുദ്ധാത്മാവിൻ്റെ ബലമായിരുന്നു, പരിശുദ്ധാത്മാവിൻ്റെ നിറവായിരുന്നു. ആമേൻ. എന്നെ അന്ത്യത്തിൽ എന്നെ എഴുന്നേൽപ്പിക്കുന്നത്. അത് നമുക്ക് സൂക്ഷിക്കാം. പരിശുദ്ധാത്മാവ് നമ്മുടെ ഈ ദിവസങ്ങൾ നമ്മൾ വസിക്കുവാൻ നമുക്ക് ഇടയാക്കാം. പരിശുദ്ധാത്മാവിനെ നമുക്ക് വേദനിപ്പിക്കേണ്ട. നമുക്ക് കഥാവിനോട് പറയാം, കഥാവേ, ആ പരിശുദ്ധാത്മാവിനെ ഞാൻ പ്രാപിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ജസ്റ്റ് ആസ്ക് ലോർഡ്. നിങ്ങൾ ദൈവത്തിനൊന്ന് ചോദിച്ചാട്ടെ. നിങ്ങൾ എവിടെയാണെങ്കിലും, ഏത് ദേശത്താണെങ്കിലും, ഏത് ഭാഷക്കാരനാണ്, ഏത് ജാതിക്കാർ, എന്തുമാകട്ടെ, ദൈവത്തിന് അത് വിഷയമല്ല. God wants to anoint you. നിങ്ങൾ വ്യത്യസ്ത വ്യക്തിയായി ആൾ മാറിയവനെ പോലെ ഒരു ശൗലായി മാറിയെങ്കിൽ, 0 ആയിരിക്കുന്ന ഹീറോ ആക്കി മാറ്റിയ ദൈവം, ലോകം മുഴുവൻ തള്ളിയവനെ ഈ ദിവസങ്ങൾ ദൈവത്തിന് വേണ്ടി മാനപാത്രമാക്കാൻ കഴിയുന്ന ഒന്നാണ് ദൈവിക അഭിഷേകം. അതിനു വേണ്ടിയല്ല, പക്ഷെ അതിനപ്പുറത്ത് ദൈവത്തിൻ്റെ നാമം ഉയരുവാൻ. കർത്താവേ, എൻ്റെ ഹൃദയത്തിലേക്ക് ഇന്നാരെങ്കിലും അഭിഷേകം പ്രാപിക്കാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അഭിഷേകം പ്രാപിച്ചവരുണ്ടെങ്കിൽ, കൈവരിപ്പാൽ പറയപ്പെട്ട പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ഉജ്ജ്വലിപ്പിക്കാൻ നമുക്ക് തയ്യാറാകാം. കർത്താവേ, എന്നെ മുട്ടോളം പോരാ, അരയോളം പോരാ, കഴുത്തോളം പോരാ, നീന്തി തുടിക്കുന്ന ജീവനദി എസെക്കിയേൽ പ്രവാചകൻ കണ്ടതുപോലെ ഇന്ന് രാത്രി നമുക്കത് പ്രാർത്ഥിക്കാം. ഐ നീഡ് ഇറ്റ് ലോർഡ്. ഐ നീഡ് വാട്ട് എവർ ഈസ് ദ ബോണ്ടേജ്, വാട്ട് എവർ ഈസ് ദ യോക്ക്. എന്ത് ബന്ധനവുമാകട്ടെ, എന്ത് കെട്ടുമാകട്ടെ, എന്ത് തലവുമാകട്ടെ, എന്ത് നുഖവുമാകട്ടെ, ഈ ആത്മാവിൻ്റെ ശക്തി ഒന്ന് വെളിപ്പെട്ടാൽ അത് എത്ര ആഴത്തിൽ കിടക്കുന്നതാണെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ വേരോടെ പോകുന്നത്. ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എത്ര വലിയ ശക്തി കേന്ദ്രമാണെങ്കിൽ അത് തകർന്നു മാറും. ആത്മീയഗണങ്ങളെ കൂടാക്കുന്ന ഇരുട്ടിൻ്റെ വ്യാപാരങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ദൈവിക സത്യങ്ങൾ, പാരമ്പര്യ ബന്ധനങ്ങൾ അഴിയട്ടെ യേശുവിൻ്റെ നാമത്തിൽ.
സ്ട്രോങ് ഹോൾഡുകൾ ഇന്ന് തകരട്ടെ. മാനസിക നിലവാരങ്ങളിൽ ഈ ദിവസങ്ങളിൽ ഒരു സ്വസ്ഥത പരിശുദ്ധാത്മാവ് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിലും കർത്താവിൻ്റെ കരം ചിലരുടെ മേൽ ഇറങ്ങുന്ന സമയമായി മാറട്ടെ. ഡിവൈൻ വിസ്ഡം, ബുദ്ധിയില്ലാതെ ചിന്തിക്കുന്നത് പഠിക്കുവാൻ കഴിയാത്തവരുണ്ടെങ്കിൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. വചന വെളിപ്പാടില്ലാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് ഈ ശുശ്രൂഷകളിൽ ഇന്ന് ആമേൻ ഇത് ചില ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരുണ്ടെങ്കിൽ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ ഞാൻ സംസാരിക്കുമ്പോൾ ചില വ്യക്തികൾ ജീവിതങ്ങളിൽ മാറ്റം വരുവാൻ, ദൈവിക സത്യങ്ങൾ വെളിപ്പെടുവാൻ, എൻ്റെ കുടുംബത്തിലോട് സാക്ഷ്യം പറയാൻ, എൻ്റെ ദേശക്കാരോട് സാക്ഷ്യം പറയുവാൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ആവശ്യമുണ്ട്. യെരൂശലേമിൽ തുടങ്ങണം, എന്നാലേ യൂദയായിലേക്ക് പോകാൻ കഴിയത്തുള്ളൂ. യൂദയാൽ ചെന്നെങ്കിൽ മാത്രമേ ലോകത്തിൻ്റെ അറ്റത്തോളം നിങ്ങൾക്ക് പോകാൻ കഴിയൂ.